Real and Real Youth Aspirations in Stories and Screen. ഇതാണ് ഈ സെഷൻ്റെ പേര്. എൻ്റെ പേര് മോത്തി വർക്കി. ഞാനാണ് ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത്. അക്ഷരങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന, അഭ്രപാളികളിലൂടെ നമ്മെ അതിശയിപ്പിക്കുന്ന എല്ലാ മലയാളികളുടെയും സ്വകാര്യ അഭിമാനവും മലയാളികളുടെ ആത്മബോധത്തിൻ്റെ അടയാളപ്പെടുത്തലുമായിരിക്കുന്ന നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ ബെന്യാമിനെയും ശ്രീ ബ്ലെസ്സിയെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബ്ലെസ്സി 2004 കാഴ്ച എന്ന എക്കാലത്തെയും മലയാളിക്ക് പ്രിയപ്പെട്ട ഒരു ചലച്ചിത്രത്തോടെ തൻ്റെ ഔദ്യോഗിക ചലച്ചിത്ര ജീവിതം ആരംഭിച്ചു. പിന്നീട് തന്മാത്ര, പളുങ്ക്, കൽക്കട്ട ന്യൂസ്, ഭ്രമരം, പ്രണയം, കളിമണ്ണ്, ആടുജീവിതം. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 9 എണ്ണം പ്രിയപ്പെട്ട ബ്ലെസ്സി കരസ്ഥമാക്കി. മികച്ച സംവിധായകനും മികച്ച അവലംബ തിരക്കഥയ്ക്കുമുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ആടുജീവിതത്തിൽ തുടങ്ങാം. അതിന് കാരണം ഈ രണ്ട് വിസ്മയങ്ങളെയും തമ്മിൽ യോജിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്ന് ആടുജീവിതമാണ്. ശ്രീ ബെന്യാമിൻ്റെ എഴുത്തു ജീവിതം മലയാളി ഒരുപക്ഷെ ഏറ്റവും അധികം ശ്രദ്ധിച്ചു തുടങ്ങിയത് ആടുജീവിതത്തിലാണ്. ആടുജീവിതത്തിൽ തുടങ്ങി മൾബറിയിൽ എത്തി നിൽക്കുന്ന എഴുത്തു ജീവിതം. ബ്ലെസ്സിയുടേത് ആടുജീവിതത്തിൽ എത്തി നിൽക്കുന്ന ചലച്ചിത്ര ജീവിതം. ഈ രണ്ട് പ്രതിഭാധനരും, ഒരാൾ സൂപ്പർ ഹിറ്റ് എഴുത്തുകാരൻ, ഒരാൾ സൂപ്പർ ഹിറ്റ് സംവിധായകൻ. ഈ സെഷൻ്റെ ഒരു ഔട്ട്ലൈൻ പൊതുവായി ഒന്ന് പറയാം. ആമുഖമായി ചില ചോദ്യങ്ങൾ അവരുടെ എഴുത്ത് ജീവിതത്തെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും സഭ, ബൈബിൾ തുടങ്ങിയ സ്വാധീനങ്ങളെക്കുറിച്ചും. അത് കഴിഞ്ഞ് 3 ഘട്ടങ്ങളായിട്ടാണ് ഈ വർത്തമാനം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ യൂത്ത് കോൺഫറൻസിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ വിഷയം ആസ്പിറേഷൻസ് ആൻഡ് ഇൻസ്പിറേഷൻസ് എന്നായതുകൊണ്ട് അതിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സർഗജീവിതത്തിലെ സംഭാവനകൾ, അതിനോടുള്ള ബന്ധത്തിലായിരിക്കും ചോദ്യങ്ങൾ. ബ്ലെസ്സിയുടെ സിനിമകളെക്കുറിച്ചും ബെന്യാമീൻ്റെ എഴുത്ത്, നോവൽ, ചെറുകഥ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ തീമിനോടുള്ള ബന്ധത്തിൽ 3 ഘട്ടങ്ങളിലായുള്ള വർത്തമാനം. ഒന്നാമത്തെ ഘട്ടം പ്രവാസം. എല്ലാ യുവാവിൻ്റെയും യുവതിയുടെയും സ്വപ്നമാണ് മെച്ചപ്പെട്ട ജീവിതത്തിനായി പുതിയ മേഖലകൾ അന്വേഷിച്ചു പോകുന്നത്. 2 പ്രണയം. അതും യുവതീ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഭാവനയും ഭാവുകത്വവുമുള്ള ഒന്നാണ്. 3 പ്രചോദനം. ഇതിലാരോടാണ് ആദ്യം ചോദിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. നര വെച്ചിട്ട് ബ്ലെസ്സി സാറിനോടാണ് ചോദിക്കേണ്ടത്. എന്നാൽ മർത്തോമാക്കാരനായതുകൊണ്ടും ബെന്യാമിൻ സാർ ഔദ്യോഗികമായി മർത്തോമാക്കാരനല്ലെങ്കിലും നമ്മൾ അല്പം കൂടെ കൂടുതൽ ആദരവ് പ്രിയപ്പെട്ട ബെന്യാമിൻ സാറിന് ആ കാര്യത്തിൽ നൽകേണ്ടതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ സംസാരം തുടങ്ങാം. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ്, ബെസ്റ്റ് സെല്ലർ, 250-ലധികം പതിപ്പുകൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ആടുജീവിതത്തിൻ്റെ രചയിതാവാണ് അങ്ങ്. താരമൂല്യമുള്ള, മിനിമം ഗ്യാരണ്ടിയുള്ള ഏത് പ്രസാധകനും മോഹിക്കുന്ന എഴുത്തുകാരനാണ്. ചോദ്യം ലളിതമാണ്: എന്തിനാണ് എഴുതുന്നത്? ആദ്യം എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ വളരെ വൈബ്രൻ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇതൊരു
പതിഞ്ഞ മൂഡിലുള്ള ഒരു ചെറിയ സെഷനായിരിക്കുമെന്ന് ഞങ്ങൾ സങ്കല്പിക്കുകയാണ്. നിങ്ങളുടെ അത്രയും ഊർജത്തിലേക്ക് ഞങ്ങൾ രണ്ട് കിളവന്മാർ ഓടിയെത്താൻ ലേശം പാടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരം ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. മോത്തിയച്ചൻ ഈ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഭയന്ന്. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴാണ് ആദ്യം സത്യത്തിൽ ഇത്രയും പേടി തോന്നിയത്. എന്തുതരം ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് അറിയാത്തതിൻ്റെ ഒരു വേവലാതിയാണ്. എന്തിനാണ് എഴുതുന്നത് എന്ന ഏറ്റവും കുഴപ്പം പിടിച്ച ചോദ്യമാണ് സത്യത്തിൽ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ മറ്റൊരു പണിയും അറിയാത്തത് കൊണ്ട് ആ പണി ചെയ്യുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറേ കൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് ഈ സമൂഹത്തോട് ചിലത് പറയാനുണ്ട്. അത് പറയാനുള്ള ഏറ്റവും എന്നാൽ കഴിയാവുന്ന എളുപ്പവഴി എന്താണ് എന്ന ആലോചനയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ എഴുത്തിലേക്ക് എത്തുന്നത്. മറ്റു പണി അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. എൻ്റെ ഇഷ്ടവിഷയം മാത്സ് ആയിരുന്നു. 20 വർഷക്കാലം ജോലി ചെയ്തത് പ്രൊജക്റ്റ് മാനേജറായിട്ടാണ്. ഗൾഫിനാണ് ജോലി ചെയ്തത്. അതൊക്കെ ഉപേക്ഷിച്ച് എഴുത്തിലേക്ക് വന്നത് ഈ പറഞ്ഞതുപോലെ ഒത്തിരി പേരോട് നേരിട്ട് സംസാരിക്കുവാനുള്ള എൻ്റെ ആശയങ്ങളെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ചിന്തകളെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ സ്വപ്നങ്ങളെ, എൻ്റെ ഭീതികളെ, എൻ്റെ ആകുലതകളെയൊക്കെ പകർത്തി വെക്കാനുള്ള ഏറ്റവും മനോഹരമായ ഇടമെന്ന നിലയിലാണ് ഞാൻ നോവലിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് ചിലപ്പോൾ എവിടെയെങ്കിലും കണ്ട ചില കാഴ്ചകളായിരിക്കും, എവിടെയെങ്കിലും കണ്ട ചില അനുഭവങ്ങളായിരിക്കും, നമ്മളെ വേട്ടയാടിയ ചില സ്വപ്നങ്ങളോ നമ്മളെ എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില ചിന്തകളോ ഒക്കെ മനോഹരങ്ങളായ ചില കഥാപാത്രങ്ങളുടെ പേരിലേക്കും അവരുടെ സ്വഭാവങ്ങളിലേക്കും ഒക്കെ ഇറക്കി വെച്ചിട്ട് എൻ്റെ ആദി നിങ്ങളോടുകൂടി പങ്കുവെക്കുകയും ഈ സമൂഹം ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, ഇങ്ങനെയൊക്കെ ചില മനുഷ്യരെ നമ്മൾ കൂടി കാണേണ്ടതില്ലേ, നമുക്കപ്പുറത്തും ചില ജീവിതങ്ങളുണ്ട്, അതിനെ കൂടി കാണാനുള്ള ഒരു ദൗത്യം നമ്മുടെ മേലുണ്ട് എന്ന് പറയുകയും അത് പരസ്പരം സംവേദിക്കാനുള്ള ഒരു ഇടവും എന്ന നിലയിലാണ് ഞാൻ എഴുത്തിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും അധികം ആളുകളുമായി സംവേദിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന നിലയിൽ ഞാൻ എൻ്റെ എഴുത്തിനെ കാണുന്നു. അതുകൊണ്ട് ഞാൻ എഴുതുന്നത് നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനും നിങ്ങളുടെ ഹൃദയങ്ങളോട് സംവേദിക്കാനുമാണ്. മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ആരോട് ചോദിച്ചാലും ഡേറ്റ് കിട്ടാൻ യാതൊരു പ്രയാസവുമില്ലാത്ത സംവിധായകൻ. ഭരതൻ, പത്മരാജൻ തുടങ്ങിയ ഇതിഹാസങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച പരിചയം, നിരവധി അവാർഡുകൾ. എന്തിനാ സിനിമ എടുക്കുന്നത്? നമസ്കാരം. അഭിനന്ദ തിരുമേനിമാർ, വൈദിക ശ്രേഷ്ഠർ, വിദ്യാർത്ഥിനികളെ, അച്ഛൻ ചോദ്യം ഇന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒരു 10 വയസ്സുള്ളപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ തീരുമാനിച്ചതാണ് ഞാനൊരു ഫിലിം മേക്കർ ആകണമെന്ന്. ഒരു 5ാം ക്ലാസ്സിലോ മറ്റോ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു. പക്ഷെ അന്ന് അമ്മയ്ക്കൊന്നും അറിയില്ലായിരുന്നു. തിരുവല്ല ദീപ തിയേറ്ററിൽ നിന്ന് പാട്ട് കേൾക്കുകയും ഞങ്ങളോടൊപ്പം സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങളെ സിനിമയും കൊണ്ടൊക്കെ പോയിരുന്ന ഒരു കാലം. സിനിമ അന്നും പാപമായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ, എൻ്റെ കുടുംബത്തിന് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളൊരു ഭാഗ്യം എൻ്റെ അമ്മയിലൂടെ എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ അമ്മയടുത്ത് പറയുമ്പോൾ പിന്നീട് അമ്മ പറഞ്ഞു, നീ ഒരു ഡിഗ്രി വരെ പഠിക്കണം, എന്നിട്ട് നീ എന്തിനെങ്കിലും പോയാൽ മതി എന്നുള്ളത്. ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ട്രൈ ചെയ്തിരുന്നു. 83 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 വർഷം പോലും, അന്ന് സിനിമ മദ്രാസിലാണ്, നമുക്ക് വളരെ സ്വായത്തമായ ഒരവസ്ഥയിലല്ല. 2 വർഷത്തോളം 2-3 വർഷക്കാലം അലഞ്ഞു. സിനിമയിലെത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആത്മഹത്യ ചെയ്തേക്കാം. കാരണം എനിക്കൊരു ഫിലിം മേക്കർ ആകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ആകണ്ട എന്ന് വിചാരിച്ച അത്ര അധികം
ത്വരയോടുകൂടി ജീവിതത്തിനെ സിനിമയെ സമീപിച്ച ഒരാളാണ്. ഭാഗ്യവശാൽ 86-ൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളെന്ന പത്മരാജൻ്റെ സിനിമയിലൂടെ ഒരു സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. വീണ്ടും 18 വർഷക്കാലം ഞാൻ പലരുടെ കൂടെയും സഹായിയായി വർക്ക് ചെയ്തു. ഞാൻ തിരുവല്ല കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ പള്ളി ഇടവകക്കാരനാണ്. ഞാനും സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. യുവജനസഖ്യത്തിൽ പോയിട്ടില്ല, കാരണം അന്ന് എൻ്റെ തലച്ചോറിൽ സിനിമയും നാടകവും ഒക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൂട്ടം തെറ്റി മേഞ്ഞ എന്നെ പിടിക്കാനായിട്ട് അവിടെ ഇടയന്മാരില്ലാത്തത് കൊണ്ട് ഞാൻ അവരിൽ നിന്ന് തെന്നി മാറുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഞാൻ 86-ൽ ഞാൻ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് എത്തിയതിന് ശേഷം 18 വർഷക്കാലം മലയാളത്തിലെ വളരെ പ്രമുഖരായ ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സൺഡേ സ്കൂളുകളിൽ പഠിച്ചിരുന്നില്ല, പക്ഷേ ഞാൻ കേട്ടിരുന്നു അവസാനം വരെയും കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ. അതിൻ്റെ ഒരർത്ഥം എനിക്ക് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. 18 വർഷക്കാലം ഞാൻ കാത്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകാമായിരുന്നു, ഗൾഫിൽ പോകാമായിരുന്നു, ഒരുപാട് നല്ല നല്ല പൊസിഷൻസിലേക്കൊക്കെ പോകാമായിരുന്നു. പക്ഷേ ഞാനൊരു കാത്തിരിപ്പോടുകൂടി ഞാൻ ഇരുന്നു. 18 വർഷക്കാലം അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയതിനു ശേഷമാണ് ആദ്യമായി കാഴ്ച എന്ന സിനിമ ചെയ്തതും ഇറങ്ങിയതും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 18 വർഷത്തിൻ്റെ കാത്തിരിപ്പ്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ സിനിമ ചെയ്യാതിരുന്നത് എന്ന് പറയുന്നത് കാഴ്ച പോലൊരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത്. അപ്പം എനിക്ക് അച്ഛൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ സാമച്ചൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറയാറുണ്ട്, ഈ ആടുജീവിതത്തിന് ശേഷം പോലും മനസ്സിൽ സിനിമയില്ലെങ്കിൽ ജീവിക്കണമെന്നുള്ള മോഹം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം സിനിമയല്ല, വേറെ ബെന്യാമിൻ പറഞ്ഞ പോലെ വേറെ ഒരു തൊഴിലും അറിയത്തില്ല, ഒരു ബൾബ് മാറ്റാൻ പോലും എനിക്കറിയത്തില്ല. ഇവർ രണ്ടുപേരും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ വിജയികളാണ്. എഴുത്തു മേഖലയിൽ ബെന്യാമീനും ചലച്ചിത്ര മേഖലയിൽ ബ്ലസ്സിയും. എന്നാൽ ഇതിനൊരു ഫ്ലിപ്പ് സൈഡുണ്ട്. വിജയിച്ച ഇവരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ വിജയത്തിലെത്താൻ ഇവരൊഴുക്കിയ വിയർപ്പിന്, അവർ കാത്തിരുന്ന കാലത്തിന് നമ്മൾ എന്തു വിളിക്കും? ബെന്യാമിൻ്റെ ജാതകം തിരുത്തിയ, തലേവര തിരുത്തിയ, മലയാളിയെ വീണ്ടും എഴുത്തിലേക്ക് എത്തിച്ച ഒരു കൃതിയാണ് ആടുജീവിതം. എന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കൃതി ആദ്യം എഴുതി ഏറെക്കാലം ഇത് പ്രസിദ്ധീകരിക്കപ്പെടാതെ ഇരുന്നു. പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടും വളരെ വൈകിയാണ് ഇത് വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഈ കാത്തിരിപ്പിനെ, ഈ ഒരു പ്രക്രിയയെ അതിജീവിക്കാൻ എങ്ങനെയാണ് ബെന്യാമീന് സാധിച്ചത്? സത്യത്തിൽ പുതിയ കുട്ടികൾ, നിങ്ങൾ യുവാക്കൾ നിശ്ചയമായിട്ടും ഞങ്ങളുടെ ഈ കാത്തിരിപ്പിൻ്റെ കഥ അറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ചോദ്യം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ്. നമുക്കൊക്കെ പുതിയ കാലത്തിൽ വളരെ വേഗം വിജയത്തിലെത്താൻ, വളരെ വേഗം പ്രശസ്തിയിലെത്താൻ, വളരെ വേഗം നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ വല്ലാത്ത ഒരു ധൃതിയുള്ള ഒരു കാലമാണ്. എന്തെങ്കിലും ഒന്നിൽ ഒരല്പകാലം പരാജയപ്പെട്ടാൽ, ഒരു ചെറിയ തടസ്സം നേരിട്ടാൽ ഉടൻ തന്നെ അതിൽ വലിയ നിരാശയുണ്ടാവുകയും പിന്തിരിഞ്ഞു പോവുകയും മനമടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ താണ്ടിയ ദൂരത്തെക്കുറിച്ച് കൂടി നിങ്ങൾ അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവിടെ വരെയൊക്കെ വരുന്നത് എന്ന ഒരു ബോധ്യമുണ്ടാവുന്നത്. 92-ൽ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. ആ പ്രായത്തിലാണ് യഥാർത്ഥത്തിൽ ഗൗരവമായൊരു വായനയൊക്കെ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ലൈബ്രറിയിലൊക്കെ പോയി, കോളേജ് ലൈബ്രറിയിലൊക്കെ പോയി വല്ലപ്പോഴും പുസ്തകം എടുക്കുമായിരുന്നു എങ്കിൽ പോലും ഗൗരവമായി വായന ആരംഭിക്കുന്നത്, ജീവിതത്തിൽ വായന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തിരിച്ചറിയുന്നത്, സാഹിത്യം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് പരുവപ്പെടുത്തുന്നത് എന്നറിയുന്നതും ഒക്കെ ആ കാലത്തിലാണ്. 92 മുതൽ 99 വരെയുള്ള പിന്നത്തെ ഒരു 7 വർഷക്കാലം നിരന്തരമായ വായനയായിരുന്നു. മലയാളത്തിലെ എല്ലാ മികച്ച പുസ്തകങ്ങളും, വേൾഡിലെ ക്ലാസിക് പുസ്തകങ്ങളും, ലേഖനങ്ങളും, നിരൂപണങ്ങളും, കവിതകളും,
പല മേഖലയിൽ നിന്നുള്ള പല സാധനങ്ങൾ വായിച്ച് അതിനോടൊപ്പം പുസ്തകക്കുറിപ്പുകൾ തയ്യാറാക്കി, ഡയറി കുറിപ്പുകൾ എഴുതാനുള്ള പരിശീലനമൊക്കെ സിദ്ധിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ചെറിയ കഥയുമായി എത്തുന്നത്. പിന്നെയും അടുത്ത ഒരു 8 വർഷം കൂടി കഴിയുമ്പോഴാണ് നിങ്ങൾ പറയുന്ന ഇപ്പോൾ പരക്കെ അറിയപ്പെടുന്ന ആടുജീവിതം എന്ന് പറയുന്ന കൃതിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഇവിടുത്തെ ഒരു പത്രാധിപന്മാരെയും അറിയില്ല, എനിക്കൊരു മാസികകളുമായിട്ട് ബന്ധമില്ല, ഒരു എഴുത്തുകാരനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് സാഹിത്യം ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. എനിക്ക് ഇത്രയും കാലം കൊണ്ട് എനിക്ക് കഥ എഴുതാൻ ഇഷ്ടമുണ്ട് എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കഥകൾ എഴുതി മലയാളത്തിലെ പ്രമുഖങ്ങളായ വാരികകൾക്ക് അയച്ചു കൊടുക്കും. അന്നത്തെ ഈ പത്രാധിപന്മാരൊക്കെ വളരെ സ്നേഹമുള്ളവരായിരുന്നതുകൊണ്ട് അയക്കുന്നതിനേക്കാൾ വേഗത്തിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് ഗൾഫിലേക്ക് ഇത് തിരിച്ച് അയച്ച് തരുമായിരുന്നു. ഇവിടുന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ ഒരാഴ്ച, അത് തിരിച്ചു വരാൻ ഒരാഴ്ച, അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏതാണ്ട് മറുപടി കിട്ടും. പക്ഷേ ജീവിതത്തിൽ റിജക്ഷൻസ് എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് പഠിച്ചിരുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും നിരാശനായില്ല. ഞാൻ വീണ്ടും വീണ്ടും കഥകൾ എഴുതിക്കൊണ്ടേയിരുന്നു, വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടേയിരുന്നു, വീണ്ടും വീണ്ടും അത് റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അന്ന് പക്ഷേ എനിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു, ചിന്തിക്കാമായിരുന്നു, ഈ ഞാൻ എഴുതുന്ന കഥകളൊക്കെ വളരെ മനോഹരങ്ങളാണ്, ആൻ്റൺ ചെക്കോവിൻ്റെയൊക്കെ കഥകളെ അതിശയിക്കുന്ന കഥകളാണ് ഞാൻ എഴുതുന്നത്, പക്ഷേ ഈ പത്രാധിപർക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ളത് കൊണ്ടാണ് ഇതെല്ലാം തിരിച്ചയക്കുന്നത് എന്ന് ചിന്തിക്കാമായിരുന്ന ഇടത്തു നിന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ കഥകൾ ഇപ്പോഴും നന്നായിട്ടില്ല, ഇതിലും മനോഹരമായ കഥകൾ എഴുതാനുള്ള ഉത്തരവാദിത്തം എന്നിലുണ്ട് എന്ന ബോധ്യത്തോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട കഥകൾ എഴുതാൻ, കൂടുതൽ വായിക്കുകയും കൂടുതൽ എഴുത്തിൽ പരിശീലിക്കുകയും നിരന്തരം കഥകൾ തിരുത്തി എഴുതുകയും ഒക്കെ ചെയ്ത് എന്നെ റിജക്റ്റ് ചെയ്ത അതേ മാസികകൾ പിന്നീട് എൻ്റെ മുഖചിത്രം വെച്ചിട്ട് പുസ്തകമൊക്കെ അല്ലെങ്കിൽ വാരികകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരു തവണ തടസ്സമുണ്ടായാൽ, 2 തവണ നിരസിച്ചാൽ നമ്മൾ പിന്തിരിഞ്ഞു പോകരുത്. ആ പിന്തിരിഞ്ഞു പോവാതിരിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടത് ഒന്ന്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥമായ ഒരു സമീപനമാണ്. നമ്മളുടെ പ്രവൃത്തിയിൽ, നമ്മുടെ കരുത്തിൽ നമുക്കുള്ള ഒരു ആത്മവിശ്വാസവും കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മെച്ചപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് ആ മേഖലയെക്കുറിച്ചുള്ള ധാരണയുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എഴുത്തുകാരനാവാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ നല്ല വായനക്കാരനായിരുന്നു. ഇപ്പോഴും ഞാൻ നല്ല വായനക്കാരനാണ് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ മേഖലയിൽ എന്താണ് എഴുതുന്നത് എന്നും ഏതുതരം കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും എന്താണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു മാനദണ്ഡമെന്നും ഒക്കെ ഏകദേശം അറിയാവുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഞാൻ എഴുതുന്ന കൃതികളോട് ഒരു മതിപ്പുണ്ടായിരുന്നു. ഈ മതിപ്പിൻ്റെ ബലത്തിലാണ് ഞാൻ നിരന്തരം അയച്ചുകൊണ്ടേയിരുന്നത്. ആടുജീവിതം തിരസ്കരിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതൊരു യഥാർത്ഥത്തിൽ നിങ്ങൾ കേൾക്കേണ്ട കഥയാണ്. അതിന് മുമ്പ് നോവലുകൾ വന്നിട്ടുണ്ട്. അഭിഷേകൻ എന്ന് പറയുന്ന നോവൽ, അക്കപ്പൂരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം. ആ പുസ്തകമൊക്കെ DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. പ്രധാനപ്പെട്ട പ്രസാധകരാണ്, മാധ്യമം വാരികയാണ് അത് കണ്ടശിയായി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു മോഹം അടുത്തത് മാധ്യമം കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാരിക മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ അടുത്ത എൻ്റെ ഒരു നോവൽ വരണം. അങ്ങനെ എല്ലാ കാലത്തും അങ്ങനെയാണ് ആഗ്രഹം. അങ്ങനെ മാതൃഭൂമിക്ക് അയക്കുന്നു, മാതൃഭൂമി റിജക്റ്റ് ചെയ്യുന്നു. അടുത്തത് ഒരു നോവൽ മത്സരത്തിന് അയക്കുന്നു. നോവൽ മത്സരം അറ്റ്ലസ് കൈരളി സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് കൈരളി TV-യും അറ്റ്ലസ് ജുവലേഴ്സും കൂടി ചേർന്ന് നടത്തുന്ന ഒരു സാഹിത്യ മത്സരമായിരുന്നു. അപ്പോൾ അതിലും റിജക്റ്റ് ചെയ്തു. പിന്നീടാണ് അപ്പോൾ അടുത്തത് DC ബുക്സിലേക്ക് അയക്കാൻ എനിക്ക് ഭയങ്കര മടിയായി. കാരണം 2-3 പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിച്ചെങ്കിൽ പോലും ഈ ഇവിടുന്ന് എല്ലാം റിജക്റ്റ് ചെയ്തതോടുകൂടി ഇതൊരു മോശം കൃതിയാണോ എന്ന് ഒരു ചെറിയ ഭയത്തോടു കൂടിയാണ് ഞാൻ ഗ്രീൻ ബുക്സിലേക്ക് അയക്കുകയും അവരത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് അത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് അത് കിട്ടാതിരുന്നത്, അല്ലെങ്കിൽ അറ്റ്ലസ് കൈരളി പുരസ്കാരം കിട്ടാതിരുന്നത് എത്ര നന്നായി എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നതിൻ്റെ ഒരു കാരണം, ആ പുരസ്കാരത്തിലൊരു ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ പുരസ്കാരം കിട്ടുകയാണെങ്കിൽ 50,000 രൂപയാണ് സമ്മാനം. പക്ഷേ ആ പുരസ്കാരം കിട്ടുന്ന നോവൽ, അതിൻ്റെ കോപ്പി റൈറ്റ് അറ്റ്ലസ് രാമേന്ദ്രൻ എന്ന് പറയുന്ന അറ്റ്ലസ്
ജുവലറിയുടെ മുതലാളിക്ക് എഴുതി കൊടുക്കണം എന്നായിരുന്നു അതിൻ്റെ കരാർ. അപ്പോൾ ആടുജീവിതത്തിന് ആ പുരസ്കാരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ 50,000 രൂപ വാങ്ങിക്കുകയും ആ 50,000 രൂപയ്ക്ക് കോപ്പിറൈറ്റ്, ആടുജീവിതത്തിൻ്റെ കോപ്പിറൈറ്റ് അഡ്രസ് രാമേന്ദ്രന് എഴുതി കൊടുക്കുകയും ചെയ്യുകയും ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹമായി തീരുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ചില സമയത്ത് നമുക്ക് ചിലത് കിട്ടാതിരിക്കുന്നത് എത്രയോ ഭാഗ്യമാണ് എന്ന് കൂടി തെളിയിച്ച ഒരവസരം കൂടിയാണ്. നമുക്ക് മറ്റു വിധത്തിൽ മറ്റിടങ്ങളിലൂടെ അത് നമ്മുടെ ഇടയിലേക്ക് വരാൻ, നമ്മുടെ തന്നെ ആയിരിക്കാൻ, നമ്മളെ കൂടുതൽ പ്രശസ്തിയിലേക്ക് കൊണ്ടുപോകാൻ, നമുക്ക് കൂടുതൽ വിജയത്തിലേക്ക് നടക്കാനുള്ള ഒരു വഴിയായി നമ്മളെപ്പോഴും നമുക്ക് നേരിടുന്ന പല തിരസ്കാരങ്ങളെയും നമ്മൾ ഈ വഴിയിലൂടെ കാണണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിത് ഇത്ര വിസ്തരിച്ച് ആടുജീവിതത്തിലുണ്ടായ തിരസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങൾ നടക്കുന്ന വഴി ഏതായാലും അതിനെ സംബന്ധിച്ച് ആത്മവിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അവിടെ എത്തപ്പെടുക തന്നെ ചെയ്യും. അതിനല്പം വൈകിയാലും നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബെന്യാമീനെ കാത്തിരിക്കാം, ബഹറിലൊരു ജോലിയുണ്ട്, ആശയ്ക്ക് ഇപ്പോഴും ജോലിയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള യാതൊരു ലക്ഷറിയും ബ്ലെസ്സിക്കില്ലായിരുന്നു. സഹസംവിധായകനായി ദീർഘവർഷങ്ങൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ഒരു കാര്യത്തിന് വേണ്ടി ഇത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. ആദ്യത്തെ ഏറ്റവും അവസാനം ആടുജീവിതത്തിന് വേണ്ടി തന്നെ 16 വർഷം, നീണ്ട 16 വർഷത്തോളം കാത്തിരുന്നു. ഇത്രയധികം ക്ഷമയോടെ എങ്ങനെയാണ് സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരാൻ കഴിയുന്നത്? ഞാൻ ഭ്രമരം എന്ന സിനിമയിൽ ശ്രീ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള. എനിക്ക് ഈ 16 വർഷം എന്ന് പറയുമ്പോൾ ഇതൊരു 16 വർഷമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ഈ 16 വർഷവും എൻ്റെ മുന്നിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പം അതിൽ ഈ ദിവസങ്ങൾക്കും വർഷങ്ങളുടെയും ഒന്നും ആയുസ് എന്നെ ബാധിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമായ ഒരു സത്യം എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമുക്ക് ഈ 16 വർഷത്തിന് 18 വർഷക്കാലം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്രയോ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് അത് ഇട്ടിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ മുന്നിൽ നമുക്ക് കൃത്യമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഏറ്റവും ഇത് വിദ്യാർത്ഥികളോട് പറയേണ്ടത്, ജീവിതത്തിൽ എന്തായിരിക്കും നമ്മുടെ ഒരു കഴിവ് എന്ന്. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കഴിവും ഒരുമിച്ചുണ്ടാവണം എന്നില്ല. എന്തിനെക്കുറിച്ചാണ്, എന്ത് ചെയ്താലാണ് നമുക്ക് അതൊരു തൊഴിലല്ലാതെ, അതായത് ഒരു പലതും റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ നമ്മളത് വിടുമായിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള നമ്മുടെ ആയുസ്സിൻ്റെ അവസാനം വരെയും നമ്മളെ നയിക്കുന്ന നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള വലിയൊരു സ്വപ്നവും മോഹവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിന് കൂടുതൽ നിറമുണ്ടാകുന്നത്. ആ നിറമുണ്ടാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ഊർജ്ജസ്വലതയോടുകൂടി നിമിഷങ്ങളും വർഷങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് നമ്മളിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കഴിയുന്നത്. 16 വർഷക്കാലത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ബെന്യാമിൻ വളരെ ശാന്തമായിട്ട് മരുഭൂമിയെക്കുറിച്ച് വളരെ വിശാലമായി ഈ അക്ഷരങ്ങളിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നു. മരുഭൂമിയുടെ ചൂടിനെക്കുറിച്ച് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്. ബെന്യാമിൻ എഴുതി വെച്ച ഒരു എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലക്കെട്ട് കിട്ടുന്ന അടി പോലെയായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, ഒരു വടിയുടെ നിഴൽ പോലും ഇല്ലാത്ത ഇടം എന്ന് പറഞ്ഞു. അപ്പം ആ മരുഭൂമിയുടെ ഒരു ഹാർഷ്നെസ്സിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശാലതയെക്കുറിച്ച്, അതിലുണ്ടാകുന്ന ചൂടിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ചെറിയ വരികൾ കൂടെ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തേടിപ്പിടിക്കണം, ഇത് അന്വേഷിച്ച് കണ്ടെത്തണം, ഒപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എന്ന് പറയുന്നത്. അപ്പം അത് പ്രത്യേകിച്ച് പാമ്പുകൾ ഓടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാമ്പുകൾ കൂട്ടമായിട്ട് വരുന്നു, ആയിരക്കണക്കിന് പാമ്പുകൾ വരുന്നു എന്ന് പറയുന്നത് എഴുതുവാൻ എളുപ്പമാണ്. ഒരു ചെറിയൊരു പുളകനെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക? അപ്പോൾ അതൊരു CG വർക്ക് മാത്രമല്ല, റിയലായിട്ടുള്ള പാമ്പുകളെ വെച്ച്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ്
ഒരാവേശത്തിന് അങ്ങ് ഏറ്റുപോയതാണ് ഈ ആടുജീവിതം സിനിമയാക്കാം എന്നുള്ളത്. പിന്നീട് ആണ് അതിലേക്ക് അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രയാസമുള്ള കാര്യം. കാരണം ഒരു വലിയ ദീർഘമായ ഒരുപാട് എപ്പിസോഡുകളിൽ വെച്ചിട്ടുള്ളത് ഒരു 3 മണിക്കൂറിനുള്ളിൽ സിനിമയാക്കുക എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സമയം ആവശ്യമായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നി. ഈ 16 വർഷവും കൃത്യമായി ജോലി ചെയ്തത് കൊണ്ടാണ് ഇത്രയെങ്കിലും മികച്ച രീതിയിൽ ആ സിനിമ ഇറക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും സർഗ സൃഷ്ടികളിൽ സഭയുടെ പ്രത്യേകതകൾ, സഭയുടെ ചരിത്രം, ബൈബിൾ ഇതൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ബെന്യാമിൻ്റെ അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, മഞ്ഞുവെയിൽ മരണങ്ങൾ, തിരുവസ്ത്രം തുടങ്ങിയ കഥകളിലെല്ലാം സഭയുടെ ചരിത്രം കാര്യമായി പരാമർശിക്കുന്നുണ്ട്. എനിക്ക് വളരെ കൗതുകരമായി തോന്നിയിട്ടുള്ളത് ബെന്യാമിൻ്റെ ഈ ബൈബിൾ വ്യാഖ്യാനങ്ങളാണ്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ വേദപുസ്തക വാക്യങ്ങൾ ഇത്ര സമർത്ഥമായി വിന്യസിക്കുന്നത്. പ്രത്യേകിച്ച് പൗലോസ് അച്ഛനെക്കുറിച്ചുള്ള തിരുവസ്ത്രം എന്ന കഥയിൽ ബൈബിൾ വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രവാചകന്മാരുടെ 2-ാം പുസ്തകത്തിൽ കാനാവിലെ കല്യാണത്തെക്കുറിച്ച്, ലാസറിൻ്റെ ഉയർപ്പിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ഈ ബൈബിളിനെ വ്യത്യസ്തമായി ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മൗലികമായി എങ്ങനെയാണ് ഇങ്ങനെ വേദപുസ്തകത്തെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നത്? ബൈബിൾ എല്ലാ കാലത്തും എനിക്ക് ഒരു വേദപുസ്തകം എന്നതിലുപരിയായി ഒരു വലിയ ഒരു ചരിത്ര പുസ്തകം എന്ന നിലയിൽ വലിയ കൗതുകമുണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊന്നാണ്. അത് നിശ്ചയമായിട്ടും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്ന ഒരാളെന്ന നിലയിൽ, സൺഡേ സ്കൂളിന് 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലൊക്കെ ബൈബിളിനോടുള്ള ഒരു അടുപ്പത്തോടൊപ്പം തന്നെ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ അതിനെ മറ്റൊരു കണ്ണിലൂടെ തന്നെ, മറ്റൊരു വീക്ഷണകോണിലൂടെ കാണാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എൻ്റെ വായന കുറേ കൂടി ശക്തമായ കാലത്ത് ബൈബിളിനെ രൂക്ഷമായി വിമർശിക്കുന്ന കൃതികളിലേക്ക് ഒരു കാലത്ത് എൻ്റെ വായനകൾ പോയിട്ടുണ്ട്. ബൈബിൾ ൻ്റെ വൈരുദ്ധ്യങ്ങൾ, ഇപ്പോൾ 4 സുവിശേഷങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അൺഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. പിന്നീട് ഈ ബൈബിളിന് യേശുവിൻ്റെയും കാലത്തിന് ശേഷമുള്ള ചരിത്രം പറയുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ധാരാളം കൃതികളുണ്ട്. എനിക്ക് ചർച്ച് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, പണ്ടും ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോഴും ഞാൻ ചർച്ച് ഹിസ്റ്ററിയിൽ ഭയങ്കരമായിട്ട് താല്പര്യം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ അവലംബിച്ചിപ്പോൾ ഹോളി ബ്ലഡ് ആൻഡ് ഹോളി ഗ്രെയിൽ എന്നൊക്കെ പറയുന്ന ചില വിശ്വാസധാരകളൊക്കെ, രഹസ്യ സംഘടനകളൊക്കെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ. ജീസസ് ദ മാൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം. അതിനിടയിലാണ് ഞാൻ ഈ ഖുംറാൻ ചാവുകടൽ ചുരുളുകളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ബാർബറ തേറിങ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ഗവേഷക ഏതാണ്ട് 16 വർഷക്കാലമാണ് കുമ്രാനിൽ പോയി താമസിച്ച് ഈ കുമ്രാൻ ചാവുകടൽ ചുരുളുകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത്. അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ ബൈബിളിനെ വ്യത്യസ്തമായ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന, അല്ലെങ്കിൽ ബൈബിളിനെ വ്യത്യസ്തമായ കണ്ണുകളിലൂടെ കാണുന്ന കൃതിയാണ്. അപ്പോൾ പോലും ബൈബിൾ എങ്ങനെയാണ് പ്രസക്തമാവുന്നത് പുതിയ കാലത്തിൽ എന്ന്, ക്രിസ്തു എങ്ങനെയാണ് പ്രസക്തനാവുന്നത് എന്ന് ഞാൻ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി എൻ്റെ ആലോചന ഉണ്ടാവുകയും ബൈബിളിലേക്ക് കൂടുതൽ പോവുകയും ഞാൻ ആ രീതിയിൽ കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം ബൈബിളിനെ നിഷേധിക്കുന്ന, ബൈബിളിനെ വിമർശിക്കുന്ന കൃതികൾ എന്നെ ഒട്ടും തൊടത്തില്ല. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ക്രിസ്തു എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള, ക്രിസ്തു എങ്ങനെയാണ് ഈ സമൂഹത്തിന് വലിയൊരു മാതൃകയായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ബൈബിളിലെ കുഞ്ഞു കുഞ്ഞു വാചകങ്ങളിലൂടെ തന്നെ ധാരാളം പഠിക്കാൻ ശ്രമിക്കും. അത്തരത്തിൽ ഉള്ള ഒരു പഠനവും ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളതുകൊണ്ടാവും നമ്മൾ എഴുതുമ്പോൾ അറിയാതെ ബൈബിൾ വ്യാഖ്യാനങ്ങളോ ബൈബിൾ വാചകങ്ങളോ ഒക്കെ നമ്മുടെ കൃതികളിലേക്ക് വരുന്നത്. ഇപ്പോൾ ആടുജീവിതം തന്നെ എഴുതുന്നത് മരുഭൂമിയെക്കുറിച്ചും മരുഭൂമിയിലെ രക്ഷപ്പെടലിനെക്കുറിച്ചും അതിൻ്റെ കഥാപാത്രങ്ങൾ മുസ്ലിങ്ങളൊക്കെ ആയിരിക്കെ തന്നെ ആ പുസ്തകത്തെ വിമർശനാത്മകമായും പഠിച്ചിട്ടുള്ള പലരും പറയുന്നത് അതിൽ മുന്നോട്ട് വെക്കുന്ന ആശയം ബൈബിൾ മുന്നോട്ട് വെക്കുന്ന പ്രത്യാശയുടെ ആശയമാണ് എന്നുള്ളതാണ്.
പ്രത്യാശ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ജീവിതത്തെ കൈവിടാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ബൈബിളിക്കലായ ഒരു വലിയ ആശയമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. അത് അത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ബൈബിൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ ബൈബിളുമായിട്ടുള്ള നിരന്തരമായ ഇടപെടൽ കൊണ്ട്, വായന കൊണ്ട്. അത് വെറുതെ പണ്ടൊക്കെ നമ്മൾ വേദപുസ്തകം വായിക്കുന്നത് അത്താഴം കിട്ടാൻ വേണ്ടിയായിരുന്നു. വീട്ടിൽ വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ അത്താഴം തരില്ല എന്ന സ്ഥിതിയിൽ നിന്ന് ബൈബിളിനെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി, ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു വായനയിലേക്ക് പോയതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ ബൈബിളിലേക്ക് ആഴത്തിൽ പോകണം. വെറുതെ ഒരു ചടങ്ങ് പോലെ ബൈബിൾ വായിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ക്രിസ്തുവിനെ അറിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റ് ചില ഇടങ്ങളിലേക്ക് ഇറങ്ങിപ്പോവില്ല എന്നുള്ളതാണ്. ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾക്കിടയിലേക്ക് വരുന്ന തെറ്റായ പ്രവാചകന്മാരുടെ കാലമാണിത്. നിരന്തരം ബൈബിൾ ക്രിസ്തു നിങ്ങൾ അത് പറഞ്ഞാൽ പിന്നെ മുഴുവൻ സുവിശേഷമായി, ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ക്രിസ്തുവിനെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന പുതിയ കാല വ്യാഖ്യാനത്തെ ഞാൻ സമ്പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ഉപയോഗിക്കാൻ, ക്രിസ്തു നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനുള്ള ഒരു ഉപകരണം എന്ന നിലയിലുള്ള പുതിയ കാല സുവിശേഷ പ്രചരണങ്ങൾ ഇന്ന് ലോകമെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോസ്പെരിറ്റി ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന് വലിയ ചരിത്ര ദൗത്യമൊക്കെ ഉണ്ട്. ആഗോളവൽക്കരണവും മുതലാളിത്തവൽക്കരണവും ഒക്കെ കൊണ്ടുവന്ന് അവർ മനഃപൂർവ്വം നമുക്കിടയിലേക്ക് ഇറക്കി വെച്ച ഒരു സാധനമാണ്. അത് നമ്മളൊരു വലിയ ഡിബേറ്റിൽ മറ്റൊരു പോകേണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബൈബിളിനെ അത്തരത്തിൽ ആഴത്തിൽ വായിക്കേണ്ട ഒന്നായി നമ്മൾ കരുതുകയും കൂടെ കൊണ്ടുപോയി നടക്കണം. അപ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയാൻ കഴിയുക. അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണ് ഒരു പക്ഷേ എൻ്റെ കൃതികളിൽ നിരന്തരം ബൈബിൾ ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലസ്സിയുടെ ബൈബിൾ വ്യാഖ്യാനം പലപ്പോഴും എനിക്ക് വളരെ മൗലികമായി തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ സെമിനാരി വന്നപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷപാതക്കാരനെ 4 പേർ ചുമന്നുകൊണ്ട് വരുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് അവിടെ കുറേ ആളുകൾ രാവിലെ മുതൽ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് 4 പേരൊരു പക്ഷപാതക്കാരനെ മേൽക്കൂര പൊളിച്ച് താഴോട്ട് ഇറക്കി സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ പോകും. ഇതിനെ പിൻവാതിൽ നിയമനത്തോടാണ് ബ്ലസ്സി അന്ന് താരതമ്യപ്പെടുത്തിയത്. എങ്ങനെയാണ് ഈ ബൈബിളിനെ ഇങ്ങനെ വ്യത്യസ്തമായി കാണാനായിട്ട് സാധിക്കുന്നത്? അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. വളരെ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെന്യാമിൻ പറഞ്ഞ പോലുള്ള ഒരു പഠനവും എനിക്കില്ല. അടുത്തത് ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായ ബോധ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ എഴുത്തിലും അങ്ങനെയാണ്. ഞാൻ എഴുതാൻ ഇരിക്കുന്നതിന് മുമ്പ് ഇന്ന് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഒരു കേരളത്തിന് പുറത്തുള്ള ഒരു തെലുങ്ക് നിർമ്മാണ കമ്പനി എടുത്തൊരു സിനിമയുടെ കഥ പറയണം. അപ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ കഥ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആര് പറയൂടൂ കഥ? അല്ല നമ്മൾ പറയും കഥ. ഞാൻ കഥ വേണ്ടേ? അല്ല സാർ എഴുതുവാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പകുതിയോ എഴുതിയുള്ളൂ. അല്ല എന്നാലും കഥ മനസ്സിലുണ്ടാവില്ല, ബാക്കി സ്ക്രിപ്റ്റ് എഴുതിയാൽ പോരെ. ഞാൻ പറഞ്ഞു, എനിക്ക് ബാക്കി കഥ എന്താണെന്ന് അറിയത്തില്ല, എഴുതുമ്പോഴേ എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ആത്മീയത ഞാൻ മക്കളുടെ അടുത്ത് അറിയാനായിട്ടും കൂടെ പറയുവാണ്. ഞാൻ ഒരു തികഞ്ഞ ആത്മീയവാദി ആയതിൻ്റെ മുഖ്യമായ കാരണം, ഞാൻ തിരുവല്ല മാർത്തോമ കോളേജിൽ സുവോളജി പഠിച്ചു എന്നുള്ളത് വലിയ യോഗ്യതയൊന്നുമല്ല. പക്ഷെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും യോഗ്യത ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഇപ്പം അച്ഛനൊരു പേപ്പർ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ അറിയത്തില്ല. ഞാൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പം രാവിലെ എഴുതുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെയാണ് ഞാനും എൻ്റെ തലച്ചോറും എൻ്റെ ശരീരവും അല്ലാതെ ഒരാളും കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആളാരായിരിക്കും ആ മുറിയിൽ? അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പലരും ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ ഇങ്ങനെ, എനിക്ക് ഒന്നും അവകാശപ്പെടാനായിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെങ്കിൽ ഞാൻ വെറുതെ വിട്ടുകൊടുക്കത്തില്ല, കാത്തിരിക്കും. എനിക്ക് തമ്പുരാനോടാണെങ്കിൽ പോലും ഞാൻ അതിനു വേണ്ടി മാത്രം കുത്തിയിരിക്കും, വേറെ പണിക്കൊന്നും പോകത്തില്ല. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ആത്മീയതയെ കാണുന്നത്.
അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യം ആ സമയത്ത് തോന്നാവുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇതെനിക്ക് വളരെ ആത്മാർത്ഥമായി തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വചനങ്ങളാണേലും വാക്കുകളാണേലും പ്രസംഗങ്ങളാണേലും ഒക്കെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കെട്ടിയിറക്കണമെന്നുണ്ടെങ്കിൽ നേരായ വഴി കൂടെ പോകാൻ പറ്റാത്ത അത്ര റഷുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഒരു കെട്ടിയിറക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പിന്നെ വയ്യാത്ത ഒരാളെ കെട്ടിയിറക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ അഭ്യാസമാണല്ലോ. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് വിഷ്വലി ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അകത്തെ ചില തെറ്റുകൾ ഒരു ഡയറക്ടറോറിയൽ ഒരു ലെവലിൽ നിന്ന് ചിന്തിക്കുന്നതായിരിക്കാം. അതിലും രസകരമായി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അപ്പം 5 അപ്പം 5000 അപ്പോൾ എന്തോരം വട്ടികൾ വേണം ഇത് ശേഖരിക്കാൻ, അതിനെക്കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ തോന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു മാജിക്കിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയായിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ എൻ്റെ ചിലപ്പം ഈ യൗവനകാലത്തൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ അടുത്ത സമയത്ത് ഒരിടത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര രാവിലെ ആണെങ്കിൽ എന്താണ് ഭക്ഷണം കഴിച്ചത്? ദോശ, ഇഡലി എത്ര എണ്ണം കഴിക്കും? 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം. സാധാരണ കുട്ടികൾ, ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ 2 ഇഡലി പോലും കഴിക്കത്തില്ല. അപ്പം ഈ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ബെന്യാമിനും ഒക്കെ അറിയാം, ഈ ബന്ധുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഈ മരുഭൂമിയിലെ അപ്പം എന്ന് പറഞ്ഞാൽ വലിയ ഘനമുള്ള, വലിയ ടയറിൻ്റെ വലിപ്പമുള്ള രീതിയിലുള്ള വലിയ ഘനത്തിലുള്ള, നമ്മൾ ആടുജീവിതത്തിൽ അത് ചുടുന്നത് കാണിക്കുന്നുണ്ട്. അത്ര വലിയ കനത്തിലുള്ള ഒരു അപ്പമാണ് നമ്മുടെ ആ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അപ്പം 5 അപ്പം ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടി കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഒരു അസ്വാഭാവികത ഉണ്ട് അല്ലേ? കഥയ്ക്കകത്ത് എന്തോ പറയാത്തൊരു കാര്യമുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. അപ്പോഴാണ് ഇത് കൊടുത്തു വിട്ട ആരായി? കുട്ടിയുടെ അമ്മയാണ്. ഈ കുട്ടിക്കും അതിൻ്റെ കൂടെ ഉള്ള പങ്കുകാർക്കും അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ 5 അപ്പം കൊടുത്തു വിട്ടതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് അവിടുത്തെ സുവിശേഷം പൂർണ്ണമാകുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് തിന്നാൻ ഒരപ്പവും ഒരു മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും മതി. അപ്പോൾ ഈ അമ്മയെക്കുറിച്ച് നമ്മൾ പറയണം. അമ്മയെക്കുറിച്ച് പറയുമ്പോഴാണ് ആ സുവിശേഷം, അല്ലാതെ ക്രിസ്തുവിൻ്റെ ആ മാജിക്കല്ല അതിലെ സുവിശേഷം. ആ സുവിശേഷത്തിൽ ഏറ്റവും കാണേണ്ട നമ്മുടെ പിന്നിലുള്ള, നമ്മളെ കരുതുന്ന, മറ്റുള്ളവരെ കരുതാൻ പഠിപ്പിക്കുന്ന. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് 2 കട്ട്ലേറ്റ് പൊതിഞ്ഞ് ബാഗിൽ വെച്ച് കൊടുക്കുമ്പം, ടിഫിൻ കാരിയറിൽ വെച്ച് കൊടുക്കുമ്പം പറയും മുഴുവൻ തിന്നണം, വേറെ ആർക്കും കൊടുത്തേക്കല്ല എന്നാണ് നമ്മൾ പറയുക അല്ലേ? പങ്കുവയ്ക്കരുതെന്നുള്ളത്. അപ്പോൾ ഈ പങ്കുവയ്ക്കുവാനായിട്ട് പഠിപ്പിച്ച ഒരു അമ്മയെക്കുറിച്ച് നമുക്ക് കണ്ടെത്തണം. അവിടെയാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായ വരികൾക്കിടയിൽ ഉള്ള വായനകളാവാം, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം. ഇത് ഞാൻ മാത്രമല്ല, എനിക്കൊന്ന് ബോബി അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായിരുന്നു. നമ്മൾ പക്ഷേ ജോർദാനിലൊക്കെ പോയി കഴിയുമ്പോൾ അറിയാം, ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ് ആടുകളെ കയറ്റിയിട്ടിട്ട് ആ ഗുഹയുടെ മുഖത്ത് ഇങ്ങനെ വളഞ്ഞ് കാവലായിട്ട് കിടക്കുന്ന ഇടയനെക്കുറിച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സുവിശേഷത്തിൽ നിന്ന് ഓരോരുത്തർക്കും അവരുടെ അനുഭവങ്ങളിലൂടെ സാംശീകരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പം ബെന്യാമിൻ പറഞ്ഞതുപോലെ ബെന്യാമിൻ അതിനെ എത്രത്തോളം പഠിച്ചു എന്നുള്ളതുപോലെ തന്നെ ഒരാളുടെ വായന ആയിരിക്കില്ല മറ്റൊരാളുടെ വായന എന്ന് പറയുന്നത്. ഇപ്പം 5,5000 പേരെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞ കഥയിൽ ഞാൻ ഈ അമ്മയെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. ആ അമ്മ നൽകുന്ന, സമൂഹത്തിനോട് നൽകുന്ന കരുതലിനെക്കുറിച്ചാണ് എനിക്ക് ലഭിക്കുന്ന സുവിശേഷമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അടുത്ത വർത്തമാനത്തിൻ്റെ അടുത്ത ഒരു ഘട്ടമായിട്ട് പ്രവാസം. ഇവിടെയുള്ള എല്ലാ യുവതി യുവാക്കളുടെയും സ്വപ്നമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുക എന്നത്. ഒരുപക്ഷെ മലയാളത്തിൽ പ്രവാസത്തെക്കുറിച്ച് ഇത്രയും അധികം എഴുതിയിട്ടുള്ള, ആവിഷ്കരിച്ചിട്ടുള്ള മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയമാണ്. ആടുജീവിതത്തിലെ നജീബായാലും, നിശബ്ദ സഞ്ചാരങ്ങളിലെ നേഴ്സായ മറിയാമ്മയായാലും, മഞ്ഞവെയിൽ മരണങ്ങളിലെ അന്ത്രപ്പേർ കുടുംബാംഗങ്ങളായിരുന്നാലും, അൽ അറേബ്യൻ മുല്ലപ്പൂ നിറമുള്ള പകലുകളിലെ സമീറയായാലും, ഇവരെല്ലാം അവരുടെ സ്വപ്നങ്ങൾ തേടി മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറാൻ ആഗ്രഹിച്ച് അങ്ങനെ പോയവരാണ്. എന്താണ് കുടിയേറുവാൻ മറ്റു രാജ്യങ്ങളിലേക്ക് ഭാഗ്യാന്വേഷികളായി പോകുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോട് ഒരു പ്രവാസ അനുഭവമുള്ള
പ്രവാസികളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പറയാനുള്ളത്? നിശ്ചയമായിട്ടും മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് പ്രവാസ സ്വപ്നങ്ങളെന്ന് പറയാൻ കഴിയും. എത്രയോ കാലമായി എത്രയോ ദേശങ്ങളിലേക്ക് നമ്മളുടെ പൂർവികർ പോയിക്കൊണ്ടേയിരിക്കുന്നു. തുടക്കകാലത്ത് അത് ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ കൊൽക്കത്തയിലേക്കോ അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന കറാച്ചിയിലേക്കോ ഒക്കെ ആയിരുന്നു എങ്കിൽ പിന്നീട് അത് ശ്രീലങ്കയിലേക്കായി, മലേഷ്യയിലേക്കായി, സിംഗപ്പൂരിലേക്കായി, പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കായി, പിന്നെ യൂറോപ്പിലേക്ക് പോകാൻ തുടങ്ങി, അമേരിക്കയിലേക്ക് പോകാൻ തുടങ്ങി, ഗൾഫിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ അതിനൊക്കെ മുമ്പേ തന്നെ മലയാളിയുടെ രക്തത്തിൽ ഇതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് ആദ്യമായി വന്ന വാസ്കോഡിഗാമയ്ക്ക് ശേഷം തൊട്ടടുത്ത കപ്പലിൽ വന്ന കബ്രാളിനൊപ്പം 4 മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളുണ്ട്. ഇടികേളൻ, പറങ്ങോടൻ, മത്തായി, ജോസഫ് എന്ന് പറയുന്ന 4 പേര് അന്നേ പോയിട്ടുണ്ട്. അതാണ് ഒരുപക്ഷെ മലയാളിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സമുദ്ര സഞ്ചാരമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ കരുതുന്നു അതിനു മുമ്പേ AD 1-ാം നൂറ്റാണ്ടിനും ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ തുറമുഖത്തിലേക്കും മുസരീസിലേക്കും കൊല്ലത്തേക്കും പന്തലായനിയിലേക്കും ഒക്കെ വന്നിട്ടുള്ള കപ്പലുകളിൽ മലയാളം ഉണ്ടാവുന്നതിന് മുമ്പേ, കേരളമാവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ മാത്രം സവിശേഷതയല്ല. ലോകത്തെമ്പാടും ജനങ്ങളിങ്ങനെ നിരന്തരം കൂടുവിട്ട് സഞ്ചരിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് കൂടുതൽ സാംസ്കാരികമായി വളരാൻ കഴിഞ്ഞത്, കൂടുതൽ സാമ്പത്തികമായി വളരാൻ കഴിഞ്ഞിട്ടുള്ളത്. എവിടെയൊക്കെ സമ്പത്ത് അടിഞ്ഞുകൂടുന്നു ആ ദേശത്തേക്ക് മനുഷ്യർ ചേക്കേറുക എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ഗോൾഡ് റഷ് എന്ന് പറയുന്ന അമേരിക്കയിലേക്ക് 1800-കളിൽ ഉണ്ടായിട്ടുള്ള കാലിഫോർണിയൻ ഭാഗത്ത് സ്വർണം കണ്ടെത്തി എന്നറിഞ്ഞപ്പോഴത്തേക്ക് യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓയിൽ ബൂം ഉണ്ടായപ്പോഴേക്കും ഗൾഫിലേക്ക് ആളുകൾ ഭയങ്കരമായിട്ട് ചേക്കേറുന്ന ഒരു കാര്യം. പക്ഷേ മലയാളിയുടെ ഇത്തരത്തിലുള്ള എല്ലാ യാത്രകളും മുമ്പേ പറഞ്ഞതുപോലെ സമ്പത്ത്, കൂടുതൽ ജീവിത സൗഭാഗ്യങ്ങൾ തേടിയുള്ള യാത്രകളായിരുന്നു. പക്ഷെ പ്രവാസം എന്ന് പറയുന്ന അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. യുദ്ധം കൊണ്ട്, കലാപം കൊണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് എന്നേക്കുമായി ജീവിതം സ്വന്തം ദേശം ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന അനേക ലക്ഷം മനുഷ്യരുടെ സങ്കടകരമായ പ്രവാസം കൂടി ഉണ്ട് എന്നറിയണം. അവരെയാണ് യഥാർത്ഥത്തിൽ പ്രവാസികൾ എന്ന് വിളിക്കേണ്ടത്. അവർക്കാണ് തിരിച്ചു ചെല്ലാനൊരു വീടില്ലാത്തത്. നമ്മളെ സംബന്ധിച്ച്, കേരളത്തിൽ നിന്ന് പോകുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചും തിരിച്ചു വരാനൊരു വീടുണ്ട് എന്ന സ്വപ്നത്തിലാണ് പോകുന്നത്. ഇപ്പോൾ കവി പാടിയതുപോലെ നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാടികീഴങ്ങണി മണ്ണുണ്ട് എന്ന് പറയുന്നത് പോലെ ആ മണ്ണിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോ മലയാളിയും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവാസത്തിന് ഓരോ കാലഘട്ടത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 80-കളിലും 90-കളിലും 70-കളിലുമൊക്കെ അമേരിക്കയിലേക്ക് പോയ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാലത്തേക്കുമായി പോയതാണ്. ഗൾഫിലേക്ക് പോയ ഒരാൾ തിരിച്ചു വരേണ്ട സാഹചര്യമുള്ളത് കൊണ്ട് തിരിച്ചു വരുന്നു എന്നുള്ളൂ. പക്ഷേ അവരുടെ മക്കളെ മറ്റേതെങ്കിലും ഒരു ദേശത്തേക്ക് പറഞ്ഞു വിടണം എന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പുതിയ കാല പ്രവാസം, പ്രത്യേകിച്ച് നിങ്ങളുടെ കാലമാവുന്ന പുതിയ കാല പ്രവാസത്തിൽ ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ വളരെയധികം നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ അമേരിക്കയിൽ പോലും 6 വർഷത്തെ വിസയ്ക്ക് വേണ്ടി ചെല്ലുകയും 6 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് തൊഴിൽ ചെയ്യുന്ന അതിൻ്റെ ശമ്പളം തരും, അവിടുത്തെ പൗരൻ അനുഭവിക്കുന്ന യാതൊരു സൗഭാഗ്യങ്ങളും ഇല്ലാതെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിലേക്കുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇപ്പോൾ ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങളെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയും കുടിയേറുന്നവർക്കെതിരെ വലിയ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ഒക്കെയാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഒരുപക്ഷെ ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ ന്യൂസിലാൻഡിലോ ഒക്കെ ആയിരിക്കാം, കുറച്ചെങ്കിലും UK-യിലോ ഒക്കെ ആയിരിക്കും നടക്കുന്നത്. അതുപോലും വളരെ വേഗം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, AI-യുടെയും റോബോട്ടിക്കുകളുടെയും ഒക്കെ കാലത്ത് നമുക്ക് പ്രവാസത്തിൻ്റെ സാധ്യതകൾ കുറഞ്ഞു വരികയാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എല്ലാ കാലത്തും എന്ന പോലെ ഇനിയും പുതിയ കാലത്തും നമുക്ക് പുതിയ പ്രവാസ ഭൂമികൾ കണ്ടെത്തുകയും അവിടെ പോവുകയും അവിടെ ജീവിക്കുകയും ചെയ്യാമെന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നമ്മുടെ മണ്ണിൽ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന ചില ആലോചനകൾ ഇപ്പോൾ 70-കളിലും 80-കളിലും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് തൊഴിൽ വളരെ തൊഴിൽ ലഭ്യതയുടെ ഒരു രൂക്ഷത നിലനിന്നിരുന്ന ഇടത്ത് നിന്ന്
കേരളം കുറേ കൂടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സാങ്കേതിക വിദ്യയുടെ കാലത്ത്, IT-യുടെ കാലത്ത്, റോബോട്ടിക്സിൻ്റെ കാലത്ത് കേരളത്തിൽ കൂടുതൽ കമ്പനികൾ വരികയും നിങ്ങൾക്ക് വിദേശത്ത് ചെയ്യാവുന്ന പല ജോലികളും ഇന്ത്യയിലിരുന്ന് ചെയ്യാവുന്ന, ബാംഗ്ലൂരിൽ ചെയ്യേണ്ട ജോലികൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു കാലത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രവാസഭൂമിയിൽ എന്തോ വലിയ കാര്യം നടക്കുന്നുണ്ട് എന്ന ചിന്ത ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് വേരുകൾ ഉറപ്പിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാവണമെന്നാണ് എനിക്ക് മൊത്തം പ്രവാസ ചരിത്രത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മളൊരു അന്യദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ രണ്ടാം തരം പൗരന്മാർ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഞാൻ ലോകത്തെമ്പാടും പലതരത്തിലുള്ള പ്രവാസ ഭൂമിയിൽ മലയാളികൾ പോയിട്ടുള്ള ദേശങ്ങളിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ പോലും അവരുടെയൊക്കെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറയുന്ന ഒന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തെ പ്രവാസം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഏത് രാജ്യത്തേക്ക് പോകുന്നവരും കേരളത്തിലൊരു വീട് പണി, ഇരട്ട വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയുണ്ട്. പണ്ട് 80-ൽ അമേരിക്കയിലേക്ക് പോയ ഒരാൾ അവരുടെ വീട് ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം എല്ലാം നശിച്ച് പോയിരിക്കും, അത് വിറ്റുപോയിരിക്കും. അവർക്കറിയാം അവരൊരിക്കലും ഇങ്ങേക്ക് തിരിച്ചു വരില്ല എന്ന്. പക്ഷേ പുതിയ കാലത്ത് നിങ്ങൾ അയർലൻഡിലേക്ക് കയറുന്ന, UK-യിലേക്ക് കയറുന്ന, ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നോക്കിക്കോളൂ. അയാൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു വീട് കാണും, നിശ്ചയമായിട്ടും കേരളത്തിലൊരു വീട് കാണും. മടങ്ങി വരവ് എന്ന് പറയുന്നത് ഒരു പുതിയ സ്വപ്നമായി നിൽക്കുന്നുണ്ട്. അത് ആ ദേശങ്ങളിൽ തങ്ങൾ അനുഭവിക്കുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ ഒരു പ്രതിഫലനം കൂടി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് ദേശത്തേക്ക് പോയാലും സ്വാഭാവികമായിട്ടും കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സുഖസൗകര്യങ്ങളുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ വേരുകൾ എവിടെയാണ് എന്ന, ഞാൻ ഇവിടുത്തുകാരനാണ്, എൻ്റെയാണ് ഈ ദേശമെന്ന് പറയുന്ന ഒരു ബോധ്യത്തിൽ നിൽക്കണമെങ്കിൽ അവനവൻ്റെ ദേശത്ത് തന്നെ ജീവിക്കണം. മറ്റൊരു ദേശത്ത് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളൊരു അന്യനായിരിക്കുമെന്ന് കരുതുക. പഴയ നിയമം നമ്മളെ എല്ലായ്പ്പോഴും പഠിപ്പിക്കുന്നത് പ്രവാസം ഒരു ശാപമാണ് എന്നാണ്. യഹൂദന്മാരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഞങ്ങളെ പ്രവാസത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നായിരുന്നു. പുതിയ കാലത്താണ് നമ്മളതിനെയൊക്കെ മാറ്റിയിട്ട് പ്രവാസം ഒരു മനോഹരമായ അനുഭവമായി ചിത്രീകരിച്ച് തുടങ്ങിയത്. പക്ഷേ പുതിയ കാലത്തെ അനുഭവങ്ങൾ പറയുന്നത് പ്രവാസത്തിന് വലിയ ഭാവിയില്ല എന്ന് തന്നെയാണ്. ബെന്യാമീനും ആശയും അവർ പ്രവാസികളായിരുന്നു. എന്നാൽ ബ്ലസ്സിയും മിനിയും പ്രവാസികളല്ല, നിങ്ങൾ തിരുവല്ലയിൽ തന്നെ ഉള്ളവരാണ്. അതുകൊണ്ടായിരിക്കണം ഈ ബെന്യാമീൻ്റെ എഴുത്തുകളിൽ രാജ്യങ്ങൾ താണ്ടുന്നതാണ് പ്രവാസം. എന്നാൽ ബ്ലസ്സിയുടെ സിനിമകളിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ തന്മാത്രയിലെ രമേശൻ നായർ, തിരുവനന്തപുരത്താണ് ജോലി, പക്ഷേ തിരുവനന്തപുരം അദ്ദേഹത്തിനൊരു പ്രവാസ ഭൂമിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സിനുള്ളിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ആന്തരിക പ്രവാസമാണ് ഒരു പക്ഷേ അത്. കാഴ്ചയിലെ പവൻ നാട്ടി വരുമ്പോൾ മാധവനൊക്കെ ഉണ്ടെങ്കിലും ഈ പവൻ എന്ന ബാലന് എത്രയും പെട്ടെന്ന് തിരിച്ച് ഗുജറാത്തിൽ പോകണം. അപ്പോൾ ഈ ആന്തരിക പ്രവാസം, ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിൽ, അവൻ്റെ മനസ്സിൽ അനുഭവിക്കുന്ന പ്രവാസത്തെ എങ്ങനെയാണ് കാണുന്നത്? അച്ഛനൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ചിന്തകൾ പലപ്പോഴും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ചിന്തകൾക്ക് പ്രത്യേക ഒരു സ്പേസ് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ മറ്റ് സ്പേസുകളിലേക്ക് എത്തുന്നത് നമ്മളുടെ ചില പ്രാഥമികമായ ജോലി അല്ലെങ്കിൽ ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് മാത്രമാണ് പലപ്പോഴും നടക്കുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, എപ്പോഴും നമ്മുടെ ബെന്യാമിൻ പറഞ്ഞിടത്തു നിന്ന് പറയുകയാണെങ്കിൽ വേരുകൾ എന്ന് പറയുന്നത്, നമ്മളുടെ വേരുകൾ എവിടെയാണ്? നമ്മളുടെ പിതാക്കന്മാർ നമ്മളോടൊപ്പം കഴിഞ്ഞിരുന്ന, അവരോടൊപ്പം നമ്മൾ കഴിഞ്ഞിരുന്ന ഇടമെന്നാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഈ സിനിമയൊക്കെ ചെയ്ത് ഒരു ഫിലിം ഡയറക്ടർ ആയെന്നൊക്കെ കഴിഞ്ഞപ്പം എല്ലാവരും ചോദിച്ചു, ചെന്നൈക്ക് പോകുന്നില്ലേ എന്നുവെച്ചാൽ ആ കാലത്ത് സിനിമ സംവിധായകരൊക്കെ ചെന്നൈയിലാണ്. ഞാൻ അന്നേരം ഇങ്ങനെ കുറ്റപ്പുഴയിൽ എൻ്റെ പള്ളിയോട് ചേർന്നൊരു സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. അപ്പം ചോദിച്ചാൽ എന്താ എന്നാൽ എറണാകുളത്തിന് പോകുന്നില്ലേ, എറണാകുളത്തൊരു വീട് വെച്ചുകൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനെ അമ്മയെ അടക്കിയത് ഈ കുറ്റപ്പുഴ പള്ളിയിലെ കല്ലറയാണ്. അപ്പോൾ എനിക്ക് അവിടെ ആയിരിക്കണം, അവിടെ പോകണം, അവരെ കാണണം വല്ലപ്പോഴുമെങ്കിലും എന്ന് പറയുന്ന ഒരു
ഒരു ഉള്ളിലുള്ള ഒരു വിളിയുണ്ടല്ലോ. വല്ലപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു അവാർഡ് കിട്ടുമ്പോഴായിരിക്കും അവിടെ ചെന്നിട്ട് അമ്മച്ചിയെടുത്തൊരു ഡയലോഗൊക്കെ അടിക്കും, കൊച്ചുമോൻ തേണ്ട ഇതൊക്കെ നേടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന, അവിടെ അമ്മയുണ്ടോ, അമ്മ കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു 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 ഇമോഷൻ എന്ന് പറയുന്ന മനുഷ്യൻ കൽപ്പിതമായി നിങ്ങൾ ഈ ഒരു രൂപത്തിനോട് മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ മരണപ്പെട്ട ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഇത് ഞാൻ പലയിടത്തും ചെയ്യാറുണ്ട്, ഇത്തരം ഡയലോഗുകൾ. ഞാൻ ഇപ്പം ഇവിടെ കുട്ടികൾ, ഞാനൊരു മർത്തോമക്കാരനാണേലും തിരുവല്ല പാലിയേക്കര പള്ളിയിൽ പോയി വളരെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കാഴ്ചയൊക്കെ എഴുതുന്ന സമയത്ത് അവിടെ ഈ പരുമലപ്പള്ളിയിൽ പോയതും പരുമലപ്പള്ളിയിലും ഉണ്ട്, പരുമലപ്പള്ളിയിലും ഒരുപാട് അനുഭവങ്ങൾ. അപ്പം ഞാൻ അവിടെ തനിച്ചിരുന്നിട്ട്, കാരണം എനിക്ക് തനിച്ചിരിക്കാനും ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഈ പള്ളികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് മുമ്പ് ഭരണവാസ തിരുമേനിയെടുത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ള ഈ വിഷയത്തിനെക്കുറിച്ച്, പള്ളികളെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റുകളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഒരു കഥയ്ക്ക് ഇനി അങ്ങോട്ടേ മാധവൻ ഇനി എന്തായിരിക്കും ചെയ്യുക എന്നൊക്കെ ഞാൻ ചോദിക്കും. മധുബയിലേക്ക് നോക്കി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് രഞ്ജിത്തിൻ്റെ പ്രാഞ്ചിയേട്ടനിലൊക്കെ അത്തരം ചില അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് പോയവരോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എനിക്ക് പറ്റുന്നുണ്ട്. കാരണം എൻ്റെ ഓരോ ഉയർച്ചകളിലും ഓരോ കാര്യങ്ങളും പറയുമ്പോൾ, ഞാനൊരു 16 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞാനൊരു ഡയറക്ടറാകുമെന്ന്. അപ്പം എനിക്കുണ്ടാകുന്ന നേട്ടം എൻ്റെ അമ്മയടുത്ത് ഞാൻ പറയുന്നതിലൂടെ ഞാനുണ്ടാക്കുന്ന, എൻ്റെ മനസ്സുണ്ടാക്കുന്ന വലിയൊരു ഒരു 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 അനുഭവമുണ്ട്. അത്തരം ചില ഭൗതികം അല്ലാത്ത അവസ്ഥയുണ്ടല്ലോ, അതായത് നിങ്ങൾ കാണുന്നതല്ല, നിങ്ങൾ കേൾക്കുന്നതല്ല, നിങ്ങളുടെ മനസ്സിന് വ്യാപ്തി ഉണ്ടെങ്കിൽ, അത് മനസ്സിൻ്റെ വ്യാപ്തി, അവിടെയാണ് നമ്മുടെ ആത്മീയത എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഒരു തുറന്ന കടപ്പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദർശനം ലഭിക്കുമെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെയുള്ള ആരാധനയുടെ ഏറ്റവും വലിയ അനുഭവങ്ങൾ തനിച്ചിരിക്കുമ്പോൾ, ഒരു ഗ്രൗണ്ടിൽ തനിച്ചിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കണം അവിടെ ഉണ്ട് ഈശ്വരനെന്ന്. ഇവിടെ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നിടത്താണ് നമ്മുടെ മനസ്സ് എത്രത്തോളം ഒരുങ്ങുന്നു എന്ന് പറയുന്നത്. അങ്ങനത്തെ ചില അബദ്ധമാണോ തെറ്റാണോ എന്നറിയത്തില്ല, ഒരു സ്വയം ചിന്തകളിൽ കൂടെ പോകുന്നൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്തരം എഴുത്തുകളിൽ സംഭവിക്കുന്നത്. പ്രണയം യുവതി യുവാക്കളുടെ മറ്റൊരു ആസ്പിറേഷനാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രണയത്തെ അത്ര തീവ്രമായി അല്ല ബെന്യാമീൻ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷേ താരതമ്യേന തീവ്രത കൂടുതലുള്ള പ്രണയം ബെന്യാമീൻ എഴുതിയിട്ടുള്ളത് അബീഷഗീൽ എന്ന നോവലിലായിരിക്കണം. എന്നാൽ ഈ മാന്തളിരിലെ സാറയും മോഹനും തമ്മിലുള്ള പ്രണയം, നിശബ്ദ സഞ്ചാരങ്ങളിലെ മനുവും ജാനകിയും തമ്മിലുള്ള പ്രണയം, നിശബ്ദ സഞ്ചാരങ്ങളിലെ തന്നെ മറിയാമ്മയും മാന്തളിരിലെ ജോണും തമ്മിലുള്ള പ്രണയം, ഈ പ്രണയത്തെ ഇത്ര സട്ടിലായി വളരെ നിശബ്ദമായി ഒരു പൂവ് വിടരുന്നത് പോലെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രണയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ചാലകശക്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഏതാണ്ട് നമ്മൾ വാർദ്ധക്യത്തോടടുക്കുകയും നമ്മൾ മരണത്തെ പിന്നീട് നോക്കിക്കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രണയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പുതിയ കാലത്ത് പ്രണയമെന്ന് പറയുന്നത് നേടാൻ വേണ്ടിയുള്ളതാണ് എന്ന ഒരു ചിന്ത എങ്ങനെയൊക്കെയോ നമ്മുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അബീഷഗീൻ എന്ന് പറയുന്ന കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ബൈബിളിലെ വളരെ ചെറിയ 1-2 വാചകങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലാണ്. അതിനകത്ത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ദാവീദ് വാർദ്ധക്യത്തിലായി മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തണുപ്പ് മാറുന്നതിനു വേണ്ടി കൂടെ ശയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന
പെൺകുട്ടിയുടെ പേരാണ് അഭിഷകിൻ എന്ന് പറയുന്നത്. പിന്നീട് ആ പെൺകുട്ടിയുടെ പേര് ഒരു തവണ പരാമർശിക്കുന്നത് ശലോമോൻ രാജാവായതിനു ശേഷം തൻ്റെ അർത്ഥ സഹോദരനായിരുന്നുള്ള അദോനിയാവിനെ ശലോമോൻ ഈ പെൺകുട്ടിയുടെ പേരിൽ കൊല്ലുന്നുണ്ട്. പക്ഷേ ശലോമോൻ ഒരിക്കലും അഭിഷകിനെ സ്വന്തമാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പിന്നെ ശലോമോൻ്റെ ഉത്തമഗീതങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശലോമോൻ എഴുതിയിട്ടുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ചാണ്. ശലോമോൻ്റെ ജീവിതം അറിയുമ്പോൾ 300 ഭാര്യമാരും 600 വെപ്പാട്ടിമാരും ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ സങ്കല്പിക്കുന്നത് ഈ നേടിയ 300-നേക്കാൾ ശലോമോൻ്റെ ഏറ്റവും വലിയ വ്യഥ നേടാതെ പോയ അഭിഷേകിനെക്കുറിച്ചുള്ള സങ്കടമായിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ആ നോവൽ വരികയും തൻ്റെ വാർദ്ധക്യത്തിൽ മരിക്കാൻ തുടങ്ങുന്നത് വരെയും അഭിഷേകിൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൻ്റെ പേരിൽ ഒക്കെ ആ പെൺകുട്ടിയെ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു 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 ശലോമോനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പുതിയ കാലത്ത് നമുക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ, ഒരു ആൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ അവളെ ജീവിതകാലം മുഴുവൻ തൻ്റെ സ്വന്തമാക്കുക എന്ന സ്വാർത്ഥ ചിന്തയോടുകൂടിയുള്ള ഒരു മോശം പ്രണയമാണ് എല്ലായ്പ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് പിന്നീട് അവൾ തിരസ്കരിച്ചാൽ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിൻ്റെയോ കത്തി കുത്തുന്നതിൻ്റെയോ അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞാൽ ഉടൻ തന്നെ വിഷം കൊടുത്തു കൊല്ലാനോ ഒക്കെ ശ്രമിക്കുന്ന തരത്തിലുള്ള കഥകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. പ്രണയം ഒരു ആസ്വാദനമായി നമ്മളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടു നടന്നാൽ നഷ്ടപ്പെടുന്നത് കൂടി ഏറ്റവും മനോഹരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നഷ്ടപ്പെടുന്ന പ്രണയത്തോളം മനോഹരമായ ഒരു പ്രണയവും ലോകത്തില്ല. അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ എത്ര നേടിയാലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മാധുര്യം നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല, തേച്ചിട്ട് പോകുന്നതാണ് അങ്ങനെ പറയുന്നത്. അതെ, തേച്ചിട്ട് പോയാൽ കുറേ കൂടി കാലം അത് നന്നായിട്ട് നിൽക്കും. ഒരാൾ തേച്ചു എന്ന് വിചാരിച്ചാൽ അത് അവിടെ വെച്ച് തീർന്നു, ഓക്കെ, എന്നെ ആൾക്ക് അത്ര മതി. പക്ഷേ ഇനിയും ജീവിതം നമുക്ക് രണ്ടുപേർക്കും രണ്ടു വഴിയിലൂടെ മനോഹരമായി മുന്നോട്ട് പോകാനുണ്ട്. അവൾ ഇത്രകാലം തന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, നല്ല നിമിഷങ്ങളുടെ പേരിൽ ഓർത്തിരിക്കാൻ എത്രയോ മനോഹരമുണ്ടായിരിക്കുമ്പോഴാണ് നമ്മളുടെ സ്വാർത്ഥതയിൽ പൊതിഞ്ഞുകൊണ്ട് അവളെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്നത്. അതോടുകൂടി അത് എത്ര മ്ലേച്ഛമായി തീരുകയാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന പ്രണയത്തെക്കുറിച്ച് എൻ്റെ ഈ പറഞ്ഞ കഥാപാത്രങ്ങളുടെ എല്ലാം പ്രണയങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. നേടിയ പ്രണയങ്ങളൊന്നും തന്നെ എൻ്റെ കഥകളിലേക്ക് വരുന്നില്ല എന്ന് തോന്നുന്നത് നിശ്ചയമായിട്ടും അതിനോളം മനോഹരമായ മറ്റൊന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നേടിയ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ വലിയ സന്തോഷചിത്തരാവേണ്ട. നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർത്ത് നിങ്ങൾ ആകുലചിത്തരാവുകയും വേണ്ട. ആ നഷ്ടപ്പെട്ട പ്രണയമായിരിക്കും നിങ്ങൾക്ക് പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ മനോഹരമായി തീരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്തരത്തിൽ നിങ്ങൾ പ്രണയത്തെ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ ആ പ്രണയം പോലെ മനോഹരമായ മറ്റൊന്നും ഈ ഭൂമിയിലില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രണയം എന്ന ഒരു സിനിമ തന്നെ ബ്ലസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പത്മരാജൻ തൂവാനത്തുമ്പികളിൽ ജയകൃഷ്ണൻ്റെയും ക്ലാരയുടെയും പ്രേമം കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സുന്ദരമായ, എനിക്ക് പോലും പ്രണയിക്കണമെന്ന് തോന്നിയ എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ തോന്നിയ ഒരു സിനിമയാണ് പ്രണയം. അതിൽ മാത്യൂസും ഗ്രേസും മേനോൻ, ഇവർ 3 പേർ തമ്മിലുള്ള, മേനോൻ്റെ ആദ്യ ഭാര്യയാണ് ഗ്രേസ്. എന്നാൽ പിന്നീട് മാത്യൂസിനെ വിവാഹം കഴിക്കുന്നു. ഇപ്പോൾ ഇവിടെ ബെന്യാമിൻ പറഞ്ഞതുപോലെ അവിടെ പ്രതികാരമില്ല. പക്ഷേ പ്രണയത്തെ ഇത്രയും ഭംഗിയായി ആവിഷ്കരിക്കാൻ, പ്രണയം ഇത്ര സുന്ദരമായ ഒന്നാണ് എന്ന് ചിത്രീകരിക്കാൻ എങ്ങനെയാണ് ബ്ലസ്സിക്ക് സാധിക്കുന്നത്? പ്രണയം സിനിമയ്ക്ക് ശേഷം കാലടി ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിജിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്ലസ്സിക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം പ്രണയം? ഭാര്യയോടാണോ, മക്കളോടാണോ, മറ്റേതെങ്കിലും സ്ത്രീകളോടാണോ, കാമുകിയോടാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, എനിക്ക് പ്രണയം എന്നോട് തന്നെയാണെന്നുള്ളത്. അത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്നെനിക്കറിയത്തില്ല. ഞാൻ എന്നെ ഏറ്റവും അധികം
ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വലിയ സ്വാർത്ഥതയുണ്ട്. നമ്മൾ തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ പറയും, സാക്ഷിയിട്ട് പറയും, എനിക്ക് നിന്നെയാണ്, അവനെയാണ്, മക്കളെയാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇതെല്ലാം ഓരോ ഘട്ടത്തിൽ മാറും. പക്ഷെങ്കിൽ ആത്യന്തികമായി നമ്മളെയാണ് ഏറ്റവും അധികം കരുതാനും ഇഷ്ടപ്പെടാനും കഴിയുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് വളരെ മുമ്പേ ലഭിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സന്തോഷത്തോടുകൂടി നിങ്ങളെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. ഈ അവസ്ഥ എന്നെ ബോധ്യമാക്കുന്നത് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രണയം എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു വല്ലാത്ത ഒരു പലർക്കും പല ഡെഫിനിഷനിലൂടെ സഞ്ചരിക്കുന്നതാണ്. ബെന്യാമിൻ അതിൻ്റെ വളരെ ഡയറക്റ്റായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതത്തിനോട് മൊത്തമായ നമ്മളുടെ ഒരു ഇഷ്ടമുണ്ട്. അത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമാകുന്നില്ല പ്രണയം എന്നാണ് ഞാൻ അവസാനമായി ആ സിനിമയുടെ അവസാനം അച്യുതമേനോനും മാത്യൂസും കൂടെ പോകുമ്പോൾ പ്രണയം തുടരുന്നു എന്ന് എഴുതി കാണിച്ചിരുന്നത്. അപ്പം ജീവിതത്തിനോടുള്ള നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ഈ ഇഷ്ടം, സ്നേഹം, മോഹം ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ളൊരു വാക്കായിട്ടാണ് പ്രണയത്തിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ച് എഴുതാറുള്ളൂ. എഴുതുന്ന പേനകളുടെ മഷി തീർന്നു കഴിയുമ്പോൾ റീഫില്ല് ശൂന്യമായ ഈ പേന ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. കാരണം കുറേ ദിവസം ഞാൻ ഈ പേനയും പിടിച്ചുകൊണ്ട് ഇരുന്നതാണല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ മകൻ ആ ഒരു പാട്ടിൽ മോഹൻലാൽ ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ മകൻ ഇങ്ങനെ മയിൽപ്പീലി വെച്ചിട്ട് ഇങ്ങനെ അയാളുടെ മുഖത്തോട് ഓടിക്കുമ്പോൾ ഇതുപോലെ ക്രാസിയുള്ള കട്ടിൽ, ഈ ക്രാസിയുള്ള കട്ടിലുകൾ ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയത്തില്ല. എൻ്റെ അമ്മ കിടന്നിരുന്ന കട്ടിൽ ഇത്തിരി കട്ടിലിലായിരുന്നു. പിന്നീട് ഞാൻ ഈ കട്ടിൽ കിടക്കുമ്പോൾ ഇതിങ്ങനെ തിരിക്കുമ്പം ഭയങ്കര ശബ്ദം കേൾക്കും. ഈ കട്ടിലിനോട് എനിക്ക് ഭയങ്കര ബന്ധമാണ്. ഞാനൊരു സിനിമ ചെയ്തപ്പോൾ അതായത് അയാളുടെ പഴയ ഓർമ്മകളിൽ, അതിന് വേറെ ചില സൈക്കോളജിയും കൂടെ ഉണ്ട്, അയാളുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത് തിരിച്ചിങ്ങനെ ശബ്ദമുണ്ടാക്കുമ്പോൾ അയാൾ ആ കുട്ടിക്കാലത്തിലൂടെയാണ് കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ബോധ്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അവിടെ ഇല്ലാഞ്ഞിട്ടും വളരെ തേടി പിടിച്ച് അങ്ങനെ ഒരു വെച്ചിട്ട് അപ്പം എനിക്ക് ഈ കട്ടിലിനോടൊരു പ്രണയമുണ്ട്. എൻ്റെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഈ ക്രാസി വെച്ചൊരു കട്ടിലെന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചരാചരങ്ങളോടുള്ള വലിയ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അനുഭവം, അത് ചിലപ്പം നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നതായിരിക്കത്തില്ല, നമ്മളെ തേച്ചിട്ട് പോകുന്നതായിരിക്കത്തില്ല, നമുക്ക് സ്വന്തമായി സൂക്ഷിക്കാവുന്നതായിരിക്കാം. അപ്പം ഇത് വളരെ പ്രകടമായ ബാഹ്യമായ ബന്ധങ്ങൾ മാത്രമാണ് പ്രണയം എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടും പ്രകടമല്ലാത്ത നമ്മൾ ഇതിനൊരു ബിബ്ലിക്കൽ വേറെ ഒരു കോൺട്രസ്റ്റ് വേണേ. എന്തിനാ ഒന്നുമില്ലാത്ത അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നത്? സ്നേഹത്തിനെക്കുറിച്ച് ഇത്രയധികം ക്രൈസ്റ്റ് സംസാരിച്ചതുപോലെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രണയമാണല്ലേ. പ്രണയത്തിൽ സ്നേഹമില്ലാതൊരു പ്രണയമില്ലല്ലോ. ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയുന്ന ഐ ലവ് യു എന്നല്ലേ പറയുന്നത്. അതാണ് ഇംഗ്ലീഷിൽ ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ മലയാളത്തിൽ ഒരുപാട് പ്രേമം, പ്രണയം, പല വാക്കുകളുണ്ട്. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ആരോടും പറയാവുന്നതാണ്. കുരിശിൽ കിടക്കുന്ന കള്ളനോട് പറയാവുന്നതാണ്. അപ്പം അത് തിരിച്ചറിയപ്പെടാതെ നമ്മൾ ഈ തേച്ചതിൻ്റെ കഥകളിൽ കൂടെ പോകുന്നത് നമ്മളുടെ ബുദ്ധിപരമായ അപക്വതയാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലെ നിരാശയുടെ ഒരു ഘട്ടം നമുക്കുണ്ടാവില്ല. കാരണം ജീവിതത്തിനോടുള്ള പ്രണയമുണ്ടാകണം, ജീവിതത്തിനോട് ഉള്ള ഒരു സൗരഭ്യമുള്ള മനോഹാരിത ഉണ്ടാവണം. ഇതിങ്ങനെ ഡിഫറൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലരെയും ഇഷ്ടപ്പെട്ട് ഇടുമായിരിക്കും നമ്മുടെ സൗഹൃദങ്ങളിൽ.
അപ്പം അത് ജീവിതത്തിനെ മുന്നോട്ടുണ്ടാകുന്ന ഓരോ നിമിഷങ്ങളെ അടുക്കി വെക്കുവാൻ വേണ്ടിയുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്കൊന്ന് എൻ്റെ എല്ലാ സിനിമകളിലും പ്രണയം വളരെ ശക്തമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതുതന്നെയാണ് മനുഷ്യൻ്റെ, അത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ വിഷയം ആസ്പിറേഷൻസ് ആൻഡ് ഇൻസ്പിറേഷൻ ആണ്. നമ്മുടെ ആസ്പിറേഷൻസിലെ 2 ഘടകങ്ങളാണ് നമ്മൾ എടുത്തത്. ഒന്ന്, ഭാഗ്യാന്വേഷികളായി മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ആസ്പിറേഷൻ. 2, പ്രണയം സംബന്ധിച്ച്. എന്നാൽ ഈ കോൺഫറൻസിൻ്റെ തീമിന് ഒരു 2ാം ഭാഗമുണ്ട്, അത് ഇൻസ്പിറേഷനാണ്. നമുക്കതിനെ പ്രചോദനം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പൊതുവെ കലാകാരന്മാരെക്കുറിച്ച്, എഴുത്തുകാരെക്കുറിച്ച്, സിനിമാക്കാരെക്കുറിച്ചൊക്കെ പുറത്ത് കേൾക്കുന്ന വാർത്തകൾ, മാപ്രകൾ പറയുന്നത് നിങ്ങൾ പ്രചോദനത്തിനായി, ഇൻസ്പിറേഷനായി മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ഒരു സംസാരമുണ്ട്. ഇംഗ്ലീഷ് കവിയായ കോൾറിഡ്ജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുക, ഓപ്പിയമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ആരോ വന്ന് വാതിലിൽ മുട്ടി, പോയി വാതിൽ തുറന്നു, സംസാരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ആ കവിത പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ബെന്യാമിൻ്റെ പ്രചോദനം എന്താ? എൻ്റെ പ്രചോദനം സാഹിത്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്. മദ്യത്തിൽ നിന്നോ മറ്റേതെങ്കിലും രാസവസ്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് സർഗാത്മകത ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് 50% ആൾക്കാരും വലിയ കലാകാരന്മാരും എഴുത്തുകാരും സിനിമാക്കാരുമൊക്കെ ആയി മാറുമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അതൊന്നും വളരെ കള്ളം നിറഞ്ഞ പ്രസ്താവന. നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിലിരിക്കുമ്പോൾ, എന്നെ സംബന്ധിച്ച് ഞാനൊരു നോവൽ എഴുതുമ്പോൾ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി, ഒരു എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നത്ര ബോധ്യത്തോടുകൂടി ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ കഥാപാത്രങ്ങൾ എന്താണ് ചെയ്യുന്നത്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരടുത്ത് പറയാൻ പോകുന്ന കഥാസന്ദർഭം എന്താണ്, അവരടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നത് എന്താണ് എന്ന് കൃത്യമായ ബോധ്യത്തോടുകൂടി ഇരിക്കേണ്ട ഒന്നാണ്. അതിനകത്ത് ഒരു ലഹരി വസ്തുക്കളുടെയും സാന്നിധ്യം കൊണ്ട് 1% പോലും എഴുതാൻ കഴിയും. ഞാൻ 30ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 12ഓളം നോവലുകളുണ്ട്, ചെറുകഥാ സമാഹാരങ്ങളുണ്ട്. ഒരെണ്ണം പോലും ലഹരിയുടെ സ്വാധീനത്തിലല്ല എഴുതിയത്. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് മിഥ്യാധാരണയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലഹരിയുടെ പിൻബലത്തിൽ എഴുതിയിട്ടുള്ളവരോ അത് മുന്നോട്ട് വന്നിട്ടുള്ളവരോ ആയിട്ടുള്ള ചില കവികളെയോ ചില എഴുത്തുകാരെയോ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ജീവിതങ്ങളൊക്കെ ഹ്രസ്വകാലത്തേക്കുള്ളതായിരുന്നു എന്ന്. വളരെ വേഗം അസ്തമിച്ചു പോയിട്ടുണ്ട്. അവരുടെ സർഗാത്മക ജീവിതം വളരെ വേഗം അസ്തമിച്ചു പോയിട്ടുണ്ട്. അവരുടെ മൊത്തം ജീവിതവും വളരെ വേഗം അസ്തമിച്ചു പോയിട്ടുണ്ട്. ടി പത്മനാഭൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ 96-ാമത്തെ വയസ്സിലും ഇപ്പോഴും കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു ലഹരി വസ്തുവും ഇന്നോളം ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾ എന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സർഗാത്മകത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് ലഹരി എന്ന് വിചാരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ ചില ഉദാഹരണങ്ങൾ ചിലടന്നെടുത്ത് നിങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ മൊത്തം ജീവിതത്തെക്കുറിച്ച് കൂടി നിങ്ങൾ പരിശോധിക്കാനുണ്ട്. മൊത്തം അടി തെറ്റിയ ജീവിതങ്ങൾ, ഒരിക്കലും സന്തോഷകരമല്ലാത്ത അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ള അനുഭവങ്ങൾ, നിരാശാകരമായ അന്ത്യങ്ങളിൽ ചെന്നിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെയാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ജീവിച്ച് ഒടുങ്ങാൻ വേണ്ടിയാണോ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന ചോദ്യം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഏത് തരത്തിലുള്ള ആഹ്ലാദങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഏത് തരം സമാധാനമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നത്? ഏത് തരം സംതൃപ്തിയാണ് നമുക്കുണ്ടാവേണ്ടത്? ഒത്തിരി ഉയരങ്ങളിലെത്തുക, ഒത്തിരി പണം നേടുക, ഒത്തിരി പ്രശംസ നേടുക, ഇതുകൊണ്ടൊന്നും സംതൃപ്തി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള നമ്മളുടെ അടങ്ങാത്ത അഭിനിവേശം. ഞാൻ എൻ്റെ എഴുത്തുമുറിയിലിരുന്നാണ് എഴുതുന്നത്, ഞാൻ വേറെ എവിടെയും പോയി എഴുതുന്നതല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും എൻ്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ. എത്രയോ മഹാന്മാരായ എഴുത്തുകാർ നൽകിയിട്ടുള്ള എത്രയോ മഹത്തായ കഥാപാത്രങ്ങളാണ് എനിക്കൊപ്പം ഇരിക്കുന്നത്. എനിക്ക് ഒരു തടസ്സമുണ്ടാകുമ്പോൾ ഞാൻ ഒരു വലിയ പുസ്തകം എടുത്ത് നോക്കും, അതൊന്ന് വായിക്കും. ഞാൻ വിചാരിക്കും, ഒരു എഴുത്തുകാരൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് 1000 പേജുള്ള ഒരു പുസ്തകം എഴുതി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് 300 പേജുള്ള ഒരു പുസ്തകം എഴുതിക്കൂടാ എന്ന് വിചാരിക്കും. എനിക്കൊരു തടസ്സമുണ്ടാകുമ്പോൾ ഞാൻ ഒരു വലിയ നോവൽ എടുത്ത് വായിക്കും. ഇപ്പം ഞാൻ പുതിയ നോവലിൻ്റെ വർക്കിലാണ്.
പക്ഷേ അതേ സമയത്ത് ഞാൻ എബ്രഹാം വർഗീസിൻ്റെ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവൽ രണ്ടാമത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഇന്നാളൊന്ന് വായിച്ചു, ഇപ്പോൾ ഞാൻ മലയാള മനോരമ ഇറക്കിയപ്പോൾ അതൊന്ന് വായിക്കുക. എത്ര മനോഹരമായ പുസ്തകമാണ്, എത്ര മനോഹരമായിട്ടാണ്. മാരാമൺ കൺവെൻഷനൊക്കെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഭർത്താവുകാർ പ്രത്യേകം അറിയേണ്ട കാര്യമാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് അറിയാം. മാരാമൺ കൺവെൻഷനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു അധ്യായം അതിനകത്തുണ്ട്. 60-ാം ചാപ്റ്റർ മാരാമൺ കൺവെൻഷനെ കുറിച്ചാണ്. അപ്പോൾ കേരളത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അമേരിക്കയിലിരുന്ന ഒരാൾ എഴുതുകയാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ പുസ്തകമായി അത് മാറുകയാണ്. അതിനകത്തെ ജീവിതം പറയുന്നു, 3 തലമുറകളുടെ ജീവിതം ഇങ്ങനെ പറയുകയാണ്. അതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ കഥാപുസ്തകം വായിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, 4 ദിവസം കൊണ്ട് ഞാനൊരു പുസ്തകം വായിച്ചു തീരും, പക്ഷേ ആ 4 ദിവസം കൊണ്ട് ഞാൻ 3 തലമുറയുടെ ജീവിതം ജീവിച്ചു കഴിയും എന്ന്. അങ്ങനെ നമ്മൾ പല ജീവിതങ്ങൾ ജീവിക്കാൻ വേണ്ടി ജീവിക്കുക. അങ്ങനെയുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ എനിക്കൊരു വലിയ ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഒരു മനുഷ്യൻ നമ്മളെപ്പോലെ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന്, അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറാണ്. ആ ജോലി തിരക്കിലാണ് അദ്ദേഹം ഇത്രയും വലിയ 1000 പേജുള്ള കേരളത്തെക്കുറിച്ചുള്ള നോവൽ എഴുതിയത്. അദ്ദേഹത്തിന് ഇത് കഴിയുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞുകൂടാ? ഞാൻ ഒരു ജോലിയും ചെയ്യാതെ വേറൊരു ജോലിക്കും പോവാതെ വീട്ടിൽ എഴുത്തിന് വേണ്ടി ഇരിക്കുന്ന എനിക്കിത് കഴിയണമല്ലോ എന്ന്. അതുകൊണ്ട് എൻ്റെ പുസ്തകങ്ങളാണ്, എൻ്റെ കഥാപാത്രങ്ങളാണ്, എൻ്റെ മുമ്പിലുള്ള എഴുത്തുകാരാണ് എൻ്റെ പ്രചോദനം. അതുകൊണ്ട് ലഹരി ഒരിക്കലും ഒരു പ്രചോദനമല്ല എഴുത്തിനോ സാഹിത്യത്തിനോ കലയ്ക്കോ എന്ന് നിങ്ങൾ യുവാക്കൾ കൃത്യമായി മനസ്സിലാക്കുക. ഒരുപക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിൽ എഴുത്തുകാരേക്കാൾ ഒരു നക്ഷത്ര പദവി അല്ലെങ്കിൽ ഒരു താരപദവി പൊതുവെ സിനിമാക്കാർക്ക് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീനാഥ് ഭാസി എന്നുള്ള പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്ന പേര് കേൾക്കുമ്പോൾ, ഖാലിദ് റഹ്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ, മട്ടാഞ്ചേരി മാഫിയ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഒരു ധാരണ എല്ലാ സിനിമാക്കാരും എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. ഈ കലയും ലഹരിയും തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ബന്ധം? ആദ്യം തന്നെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞതിന് സന്തോഷം. എനിക്ക് അച്ഛൻ്റെ അത്രയും പോലും അതിനെക്കുറിച്ച് ധാരണ ഇല്ല എന്നുള്ളതാണ്. ഈ മട്ടാഞ്ചേരി എന്നൊക്കെ പറഞ്ഞ ഗ്യാങ്ങിനെ കുറിച്ചൊന്നും ഞാൻ ആദ്യം കേൾക്കുകയാണ്. പക്ഷെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ 2004 ഞാൻ എൻ്റെ ആദ്യ സിനിമ എഴുതാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ മായി വരുമ്പോൾ തന്നെ എനിക്ക് പിന്നിൽ ഒരുപാട് എൻ്റെ ഗുരുക്കന്മാരായ ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ആൾക്കാർ, നമ്മുടെ മർദ്ദമക്കാരൻ തന്നെയായിരുന്ന ജോൺ എബ്രഹാം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ജീവിതത്തിനെക്കുറിച്ച് നോക്കിയിട്ട് തന്നെ ഒരിക്കലും ജീവിതത്തിൽ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും ലഹരിയുമായി ബന്ധിപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ച് ഒരു തീരുമാനം ഉറപ്പിച്ചിട്ട് തന്നെയാണ് എൻ്റെ ഒരു ആദ്യ സിനിമയിലേക്ക് ഞാൻ നടത്തിയിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് അച്ഛൻ ചോദിക്കുമ്പോൾ, ഞാൻ സാധാരണ ഒരു ക്രിയേറ്റീവായി ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ ഞാനൊരു 9 മണിക്ക് കിടന്നുറങ്ങുന്ന ആളാണ്. ഞാൻ 9 മണിക്ക്, വെളുപ്പാങ്കാലത്ത് 3 മണിക്കോ 4 മണിക്കോ എഴുന്നേറ്റ് ലഹരി കഴിച്ചിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ബൈബിൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എൻ്റെ എഴുത്തിനിടയ്ക്കാണ്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതവണ, ഒരു ദിവസം ഒരു 10-15 പ്രാവശ്യം ചിലപ്പോൾ വായിച്ചെന്നിരിക്കും. കാരണം ഇടയ്ക്ക് നമ്മൾ ഇടമുറിഞ്ഞു പോകുന്ന അവസ്ഥകളിൽ വീണ്ടും നമ്മളിലേക്ക് അങ്ങനെ എത്തുന്നതിനായിട്ട് ഒക്കെ അത്തരത്തിലുള്ള വായന നമ്മളെ ഒരുപാട് സാധിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരിലേക്ക് ഇത്തരത്തിലുള്ള ഉന്മാദത്തിലൂടെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ചിലതൊക്കെ സൃഷ്ടിക്കപ്പെടാം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അത് നല്ലൊരു പ്രവണതയല്ല. ബെന്യാമിൻ പറഞ്ഞതുപോലെ ഇതൊന്നും അധികം നാൾ നിൽക്കുന്ന ഒരവസ്ഥയും കൂടെ അല്ല എന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം. അതുകൊണ്ട് സിനിമയെ ഒന്നടങ്കം അത്തരത്തിൽ അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, സിബി മലയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കിരീടം എന്ന സിനിമ 28 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത്. അതത്രയും ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ മലയാളത്തിലെ ഒരുപാട് സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളൊന്നും അങ്ങനെയല്ല നടക്കുന്നത്. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ അത്തരം പ്രവണതകൾ കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 തലങ്ങളിലായിരുന്നു നമ്മുടെ വർത്തമാനം ക്രമീകരിച്ചിരുന്നത്: പ്രവാസം, പ്രണയം, പ്രചോദനം.
ഇനി അടുത്ത ഒരു 15-20 മിനിറ്റ് നമുക്ക് ഈ പ്രിയപ്പെട്ടവരോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനുമുള്ള സമയമാണ്. ദയവായി ആ സമയം പ്രയോജനപ്പെടുത്തിയാട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ. വളരെയധികം സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ബെന്യാമിൻ സാറിനെയും ബ്ലെസ്സി സാറിനെയും ഒരേ സ്റ്റേജിൽ ഞങ്ങൾക്കൊരു ഇൻട്രാക്ഷൻ കിട്ടാൻ വേണ്ടി സാധിച്ചതിൽ. എനിക്ക് ബെന്യാമിൻ സാറിനോടും ബ്ലെസ്സി സാറിനോടും ചോദ്യമുണ്ട്. ബെന്യാമിൻ സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ നവതലമുറയിൽ വായനയുടെ ഒരു തിരഞ്ഞെടുപ്പ് ഭയങ്കരമായിട്ട് ബെസ്റ്റ് സെല്ലേഴ്സ് ബുക്കിലേക്ക് ഒതുങ്ങിപ്പോകുന്നുണ്ട്. അത് സാറ് വായന നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ആശ്വാസമായിട്ട് കാണുന്നുണ്ടോ, അതോ ആ ഒരു തിരഞ്ഞെടുപ്പിനുള്ള പ്രശ്നങ്ങളൊന്ന് സാറ് പങ്കുവെക്കണം. ബ്ലെസ്സി സാറിനോട് പറയാനുള്ളത്, സാറിൻ്റെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും ഇമോഷൻസിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. സാറിപ്പം സംസാരിച്ചപ്പോൾ പോലും തന്നെ സാറ് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഇമോഷണൽ കണക്ഷനോ അല്ലെങ്കിൽ സാറ് ഇടുന്ന ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് സംസാരത്തിൽ തന്നെ ഭയങ്കര എവിഡൻ്റ് ആണ്. അപ്പോൾ അത് സാറ് സിനിമയിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളൊരു അനുഭവം കൂടെ പങ്കുവെക്കാം. താങ്ക് യു. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ വായിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ഈ ബെസ്റ്റ് സെല്ലറുകൾ അല്ലെങ്കിൽ ഇത്ര പുസ്തകങ്ങൾ വായിക്കണമെന്ന ഇതില്ല. എല്ലാത്തരം പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അതിനകത്ത് മികച്ച പുസ്തകങ്ങളുണ്ടാവാം, മോശം പുസ്തകങ്ങളുണ്ടാവാം, പരക്കെ വായിക്കപ്പെട്ട പുസ്തകങ്ങളുണ്ടാവാം, ഈ പറഞ്ഞതുപോലെ ലോകത്തെമ്പാടും എന്നുള്ള ക്ലാസിക്കൽ കൃതികൾ വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ പുതിയ കാലത്ത് ഇവിടെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് ചൂസിയായി മാറിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരം വരുന്ന പുസ്തകങ്ങൾ എടുത്തു വായിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും അത്തരം പുസ്തകങ്ങൾ വായിക്കുകയും അത്തരം പുസ്തകങ്ങൾ കൂടുതൽ വായിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരു വായനയുടെ തുടക്കകാലത്ത് ഒരുപക്ഷെ നിങ്ങൾ മറ്റനേകം പഠിത്തത്തിൻ്റെയും ഒക്കെ തിരക്കിനിടയിൽ ഒരുപക്ഷെ അത് മതിയാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത്തരം വായനകളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളല്ല ഞാൻ, അത്തരം കൃതികളെയും നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളല്ല. പക്ഷേ നിങ്ങൾ വായന കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ പുസ്തകങ്ങളിൽ മാത്രമല്ല ഞാൻ നിൽക്കേണ്ടത് എന്നും കുറേ കൂടി മെച്ചപ്പെട്ട, കൂടുതൽ സാഹിത്യ ഗുണമുള്ള, ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട, ഗൗരവമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന, മനസ്സിനെ ചർച്ച ചെയ്യുന്ന കൃതികൾ കൂടി വായിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരികയും നിങ്ങൾ പതിയെ ഈ വായനയുടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടൊരു തുടക്കം എന്ന നിലയിൽ ഞാൻ അതിനെ ഒരു തെറ്റായ പ്രവണതയായി കാണുന്നില്ല. പക്ഷേ അവിടെ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ മലയാള മനോരമ, മംഗളം, മനോരാജ്യം എന്നൊക്കെ പറയുന്ന ഈ പൈങ്കിളി വാരികകളിൽ വരുന്ന ബാറ്റൻ ബോസിൻ്റെയും ഒക്കെ കഥകൾ, നോവലുകളൊക്കെ വായിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പോഴും 10, 60, 70 വയസ്സായിട്ട് ഇപ്പോഴും ആ പുസ്തകങ്ങൾ, ആ വാരികൾ മാത്രം വായിക്കുന്ന മനുഷ്യരെ ചിലരെ എനിക്കറിയാം. പക്ഷേ ആ വായന അവിടെ നിർത്താതെ കൂടുതൽ ഗൗരവമുള്ള കൃതികളിലേക്ക് പോകാനുള്ള ഒരു ചുവടുവെപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ടാണ് കുറേ കൂടി ഗൗരവമുള്ള വായന നമുക്ക് സാധ്യമായത്. അത്തരത്തിൽ നിങ്ങളുടെ വായന മാറി വരികയും പുതിയ അഭിരുചികൾ തേടുകയും ലോകത്ത് ഇതിനേക്കാൾ മെച്ചമുള്ള അനേകായിരം പുസ്തകങ്ങൾ, മനോഹരമായ കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിയുമാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആദ്യ വായന അവിടെ നിൽക്കട്ടെ, അതിന് ശേഷമുള്ള കാലത്ത് നിങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് പോവുക എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ചോദ്യം കേട്ടപ്പോൾ മാത്രം പെട്ടെന്ന് എൻ്റെ തലയിൽ തോന്നിയ ഒരു കാര്യമാണ് പറയുന്നത്. അതിനെ കുറച്ചു ഗഹനമായി ചിന്തിക്കേണ്ടിയ ഒരു കാര്യമായിട്ടാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ക്രൂശുമരണമല്ല അനുഭവിച്ചതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇങ്ങനെ ജീവിച്ചിരിക്കുമായിരുന്നോ എന്നുള്ളൊരു മറുചോദ്യമാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്ത ആ ചോദ്യം കൊണ്ട്. ഞാൻ ഈ ചോദ്യം എന്നെ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും ചോദിക്കാറുള്ളതാണ്. അവിടെയൊക്കെ ഞാൻ പറയാറുള്ളത്, സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവിൻ്റെ വേദന പോലെയുമാണെന്നാണ്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ എൻ്റെ സിനിമ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാകരുത് എന്നുള്ള
വലിയ ഒരു വാശി എനിക്കുണ്ട്. ഇത്രയും കാലം അത് സാധിച്ചു എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയും അതിനു വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞു ആടുജീവിതം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ ഞാനിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സിനിമയിൽ ഇമോഷൻസ് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഇമോഷൻ്റെ ഒരാളാണ്. തോമസ് മാത്യു സാറ് ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ഛൻ പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര പറഞ്ഞു പോയി. അവസാനമായി മദ്ബയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എൻ്റെ സഹോദരനും പ്രിയപ്പെട്ടവരുവേ എന്ന് പറഞ്ഞ് ഇടറി സംസാരിച്ചപ്പോൾ ചൊല്ലിയപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ധാരയായി വെള്ളമൊഴുകി. ഞാനത് പ്രയാസപ്പെട്ട് തുടച്ചു കളഞ്ഞു. എന്തിനായിരുന്നു എനിക്കറിയില്ല. വേറൊരാളുടെ ഇടർച്ച എന്നെ സ്പർശിക്കുന്ന തരത്തിലേക്ക് അതിനപ്പുറത്തേക്കാവരുത്, കഠിനമാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതം. അപ്പോൾ എന്നിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ പോരെ. ആദ്യമേ തന്നെ മോത്തിയച്ഛനോട് ഞാനൊരു താങ്ക് യു പറയുകയാണ്. കാരണം കൊട്ടാരക്കര കൺവെൻഷന് വന്ന് മോത്തിയച്ഛൻ പറഞ്ഞ ഫ്യൂ വേർഡ്സ് അത് ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനുശേഷം ആ ചോദ്യങ്ങൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. അതിനാദ്യമേ ഒരു താങ്ക് യു. പിന്നെ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള ബെന്യാമിൻ സാറിനോടാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് ആടുജീവിതം വായിക്കുന്നത്. ആദ്യമേ തന്നെ അതുവരെ ഞാൻ വലിയ പുസ്തകങ്ങൾ വായിക്കാറില്ല. ഒറ്റയിരിപ്പിന് ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തു. അതിനുശേഷമാണ് ഈ റിട്ടൺ ലിറ്ററേച്ചറിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയതും ഒരു വായനയിലേക്ക് ഞാൻ വന്നു വീണതും. അതേപോലെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള, അതേപോലെ ഒരു ഇമ്പാക്റ്റ് തന്നിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടൊരു ഇമ്പാക്റ്റ് തന്നിട്ടുള്ള ബുക്കുകൾ സാറിന് ബെന്യാമിൻ സാറ് ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഐ മീൻ സാർ വായിച്ചിട്ടുള്ള അതേപോലെയുള്ള ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള വർക്കുകൾ. അത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പുസ്തകമായിരിക്കില്ല മറ്റൊരാൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ വായിക്കുന്ന സാഹചര്യം, നമ്മളുടെ മാനസികാവസ്ഥ, നമ്മളുടെ അഭിരുചി, നമ്മളുടെ ഇഷ്ടങ്ങൾ ഇതുമായിട്ടൊക്കെ ചേർന്ന് വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു പുസ്തകത്തോട് ഭയങ്കരമായ ഇഷ്ടമുണ്ടാകുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ച പുസ്തകങ്ങളിലൊന്ന് 1915 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള റൊമെയിൻ റോളിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് 2000 പേജുകളുള്ള വലിയ പുസ്തകമാണ്. അന്ന് ഒരു 22-23 വയസ്സുള്ളപ്പോൾ ഞാനത് വായിക്കുമ്പോൾ എന്നിലുണ്ടാക്കിയ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതുവരെ ഞാൻ ജീവിതത്തെ കണ്ടിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തെ നോക്കിക്കാണാൻ, ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും വിജയങ്ങളുടേത് മാത്രമല്ല, അത് ദുഃഖങ്ങളുടേത്, ദുരിതങ്ങളുടേത്, പ്രയാസങ്ങളുടേത്, സങ്കടങ്ങളുടേത് കൂടിയാണ് എന്നും അതിനെ കൂടി ഇങ്ങനെ നിരന്തരം നേരിട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വിജയം വരിച്ചു എന്ന് നമുക്ക് സ്വയം ബോധ്യമാവുന്നത് എന്ന് എന്നെ പഠിപ്പിച്ച പുസ്തകമാണിത്. അത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞന്മാരിൽ ഒരാളായിരുന്ന ബിഥോവൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള പുസ്തകമാണത്. അപ്പോൾ ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇപ്പോൾ ഈ പ്രായത്തിൽ ഞാനത് വായിച്ചാൽ ഒരു പക്ഷേ എനിക്കൊരിക്കലും ആ ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ പുസ്തകത്തെ. കാരണം ഞാൻ അതിനുശേഷം ധാരാളം പുസ്തകങ്ങളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ജീവിത വീക്ഷണത്തിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ചിന്താഗതിക്കും നമ്മുടെ സ്വപ്നത്തിനും അനുസരിച്ച് പുതിയ കൃതികൾ വായിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്യുകയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും പ്രത്യേകിച്ച് കൃതികൾ വായിക്കുക ഇപ്പം വളരെ തീക്ഷ്ണമായ ജീവിതാനുഭവമാണ് വായിക്കേണ്ടത് എങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് മലിക ഉഫ്കീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ലാ പ്രിസണർ എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. മൊറോക്കയിലെ പട്ടാള മേധാവിയായിരുന്ന ഉഫ്കീറിൻ്റെ മകളാണ് മല്ലിക ഉഫ്കീർ. അവൾ 19 വയസ്സ് വരെ ജീവിച്ചത് മൊറോക്കൻ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. 19 വയസ്സിൽ അവളുടെ അച്ഛനും കുറച്ച് അനുയായികളും കൂടി ഈ മൊറോക്കൻ രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അവളുടെ അച്ഛനെയും കുറേ പട്ടാള മേധാവികളെയും രാജാവിൻ്റെ അനുയായികൾ വെടിവെച്ച് കൊല്ലുകയാണ്. ആ ദിവസം മുതൽ പിന്നീടുള്ള 15 വർഷക്കാലം അവൾ മരുഭൂമിയിലെ ഒരു ഏകാന്തമായ തടവറയിലാണ് ജീവിച്ചത്. ഈ 15 വർഷക്കാലം അവൾ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരമാണ് ലാ പ്രിസണർ എന്ന് പറയുന്നത്. അവളുടെ അമ്മ, അവളുടെ സഹോദരന്മാർ, അവരുടെ വീട്ടിലെ 2 വേലക്കാരികൾ എന്നിവർ 15 വർഷക്കാലം മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ജയിലിൽ
ഇങ്ങനെ കഴിയുകയാണ്. അവർക്ക് പരസ്പരം കാണാൻ കഴിയില്ല. അവർക്ക് പക്ഷേ പരസ്പരം കേൾക്കാൻ കഴിയും അപ്പുറത്തെ മുറിയിൽ. ഈ 15 വർഷവും അവർ പരസ്പരം കഥകൾ പറഞ്ഞുകൊണ്ടാണ് ജീവിച്ചത്. ഒരാളൊരു മുറിയിൽ നിന്ന് കഥ പറയും. ജയിലിൽ കിടക്കുകയാണ്, വേറൊന്നും ചെയ്യാനില്ല. പട്ടാളക്കാർ വന്നിട്ട് പാത്രത്തിൽ ഭക്ഷണം വെച്ച് കൊടുക്കും. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല, യാതൊന്നും ഒരു കാഴ്ചയുമില്ല. കേൾക്കാനുള്ളത് ശബ്ദം മാത്രമായതുകൊണ്ട് ഇവർ പരസ്പരം കഥ പറഞ്ഞ് ഇവളൊരു മുറിയിൽ നിന്നൊരു കഥ വെറുതെ കെട്ടുകഥ പറയും, അപ്പുറത്ത് നിന്ന് അമ്മയത് പൂരിപ്പിക്കും, സഹോദരനത് പൂരിപ്പിക്കും. അങ്ങനെ കഥകൾ പറഞ്ഞാണ് 15 വർഷക്കാലം ഞങ്ങൾ ജീവിച്ചത് എന്ന് പറയുന്ന ഒരനുഭവം പറയുന്ന വളരെ തീക്ഷ്ണമായ ഒരു പുസ്തകം. അല്ലെങ്കിൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ബോൺ എ ക്രൈം എന്നാണ്. ട്രെവോർ നോഹ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം വളരെ പ്രശസ്തനായ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബോൺ എ ക്രൈം. അത് ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തീഡിൻ്റെ കാലത്ത്, വർണ്ണവിവേചനത്തിൻ്റെ കാലത്ത് വൈറ്റായ പിതാവിനും ബ്ലാക്കായ മാതാവിനും ജനിച്ച ഒരു പുത്രൻ എന്ന നിലയിൽ അയാൾ അതിൻ്റെ ജീവിതത്തിൽ നേരിട്ടുള്ള സംഘർഷങ്ങളെക്കുറിച്ച് പറയുന്ന ഒന്നാണ്. എന്താണ് അപ്പാർത്തീഡ് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരണം നമുക്ക് ആ പുസ്തകത്തിൽ കിട്ടും. അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ ഇത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, ഇപ്പോൾ നിക്കോസ് കസിൻസാക്കിസിൻ്റെ കൃതിയാണ്, നിങ്ങൾ ആത്മീയ കൃതികളെക്കുറിച്ചാണ്, ക്രൈസ്തവീയ മൂല്യങ്ങളെ പിൻപറ്റുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണെങ്കിൽ ഒരുപക്ഷെ നിക്കോസ് കസിൻസാക്കിസിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റോ അല്ലെങ്കിൽ സോർബ ദ ഗ്രീക്കോ അങ്ങനെയുള്ള കൃതികൾ എടുത്തു വായിച്ചാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വലിയ ആത്മീയ ചൈതന്യം, ക്രിസ്തു എന്താണ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു പുസ്തകങ്ങളിലേക്ക് വരാം. പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഡിറ്റക്റ്റീവ് നോവലുകളാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഡാൻ ബ്രൗണിൻ്റെ പുസ്തകങ്ങളിലേക്ക് പോകുന്നുണ്ട്. കുറേ കൂടി ആഴമുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ ആനന്ദിൻ്റെയോ OB വിജയൻ്റെയോ പുസ്തകങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ 5-10 പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയും നിങ്ങളത് വായിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളെ അതുപോലെ സ്വാധീനിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾക്കിടയിലൂടെ നടക്കുകയും അതിലേതെങ്കിലും ഒരു പുസ്തകം നിങ്ങളെ വല്ലാതെ സ്വാധീനിക്കുകയും അത് വായിക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ പേര് അജിൻ കെ ജോൺ എന്നാണ്. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഞാൻ മർത്തോമ കോളേജിൽ എൻ്റെ ചോദ്യം ബിൽസി സാറിനോടാണ്. ഇപ്പോഴത്തെ പുതിയ സിനിമകൾ എല്ലാം എന്താ പറയുക, എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു ബൈബിൾ ബേസ്ഡ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുക, എൻ്റെ ചോദ്യമാണ്. ബൈബിൾ ബേസ്ഡ്, അത് എല്ലാവർക്കും ബൈബിള് വായിക്കാറുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബൈബിൾ ബേസ്ഡ് ഒരു ചിത്രീകരിച്ചാൽ നന്നായിരിക്കും. നമുക്ക് അറിയാം, ബൈബിളിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാട്ടിലോ ഇവിടെയൊന്നുമുള്ള സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ, ഒപ്പം തന്നെ അതിൻ്റെ കഥാപാത്രങ്ങളുടെ നിറം തൊട്ടിട്ടുള്ള അവസ്ഥകൾ ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പം ഒരു ഇൻ്റർനാഷണൽ സിനിമയുടെ രീതിയിൽ നമ്മളതിനെ സമീപിക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിൽ ഉള്ള ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കും പലപ്പോഴും ഞാൻ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കന്യകാമറിയവും ക്രിസ്തുവും തമ്മിലുള്ള ഒരു ബന്ധത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധവും പോലെയൊക്കെയുള്ള പല വേർഷൻസൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പോകാറുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു സ്കെയിലിൽ കൂടെ പോകേണ്ടതാണ്. അതിന് പണം മുടക്കാൻ മർത്തോമ സഭ തയ്യാറാകുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമസ്കാരം, എൻ്റെ പേര് അമൽ ജോൺ ജേക്കബ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ്. ആടുജീവിതത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവർ പേജിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ കൃതിക്കുള്ളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നപ്പോൾ 10ാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിൽ സൗമ്യ എന്ന് പറയുന്ന ടീച്ചർ പഠിപ്പിച്ച ആടുജീവിതത്തിൻ്റെ ആ ഭാഗമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്.
അതുപോലെ കാഴ്ച സിനിമയിൽ മമ്മൂട്ടിയും ആ പവനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കൂടെയുള്ള വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, ഇവനെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ? അപ്പോൾ അത്രയേറെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച പ്രതിഭകളെ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുപോലെ നമ്മുടെ മാർത്തോമ സഭയുടെ അഭിമാനമായ മോത്തിയച്ചനും ഇങ്ങനെ 3 പേര് സമ്മേളിച്ചുകൊണ്ട് ഒരു ധന്യമായ നിമിഷങ്ങളെയാണ് നമ്മൾ ഇവിടെ നമുക്ക് പിന്നിൽ കടന്നുപോയത്. പ്രവാസം, പ്രണയം, പ്രചോദനം, വളരെ വ്യത്യസ്തമായിട്ട് അഭിലാഷങ്ങളെയും പ്രചോദനങ്ങളെയും നമ്മൾ പഠന വിഷയമാക്കുമ്പോൾ വളരെയേറെ പ്രയോജനകരമായി തീർന്ന നിമിഷങ്ങളാണ് നമുക്ക് മുന്നിൽ കടന്നുപോയത്. ഇവിടെ അച്ഛൻ അവർ സൂചിപ്പിച്ച ചില കാര്യങ്ങളും ഇവരുടെ വാക്കുകൾക്കിടയിൽ വന്നുപോയ ചില പദങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, ഇവരുടെ വിജയത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ, അവർ ആ വിജയത്തിലേക്ക് എത്തിയപ്പോൾ അതിന് പിന്നിൽ അവരൊഴുക്കിയ വിയർപ്പിൻ്റെ കഥയുണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട ബെന്യാമിൻ സാഹ് പറഞ്ഞു, അറ്റ്ലസ് ജ്വല്ലറിയുടെ അറ്റ്ലസ് കൈരളി പുരസ്കാരത്തിൻ്റെ ഒരു തിരസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അത് വെളിവാക്കിയ ചില തിരിച്ചറിവുകളുണ്ട്. ഇത്തരത്തിൽ പിന്നെ ബഹുമാനപ്പെട്ട ബ്ലെസ്സി സാറ് പറഞ്ഞു, ജീവിതത്തിൻ്റെ സർഗാത്മകതയെയും ക്രിയാത്മകതയെയും ലഹരിയുമായി കൂട്ടിക്കലർത്തുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇത്തരം തിരിച്ചറിവുകൾ എപ്രകാരമാണ് ഈ ഒരു ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ രൂപപ്പെടുത്തിയത് എന്ന് ഒന്ന് പങ്കുവെക്കാമോ? അത് ക്രിസ്തീയ ജീവിതവും മാത്രമല്ല, നമ്മൾ മൊത്തം സമൂഹത്തിൽ ജീവിക്കുകയും നമ്മൾ സമൂഹത്തിൽ ദോഷകരമല്ലാത്ത ജീവികളായി ജീവിച്ചു പോവുകയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ജീവിതത്തിൽ ഒന്നുമായില്ല എങ്കിൽ പോലും സമൂഹത്തിൽ ദ്രോഹികളായി തീരുകയും സമൂഹത്തിൽ ശാപമായി തീരുകയും ചെയ്യരുത് എന്ന ഒരു മോഹം മാത്രമാണ് എനിക്ക് ഉള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിതത്തെ നിരന്തരം അടുത്ത് കാണുമ്പോൾ ആണ് നമ്മൾ ഓരോതരം വിചാരങ്ങളിലും ദർശനങ്ങളിലും ഒക്കെ എത്തുന്നത്. നമ്മൾ സമൂഹ ജീവികളെ കാണുക, അവരിൽ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഓരോ തരം പാഠങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരാൾ അത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് അത് നമ്മൾ ജീവിതത്തിൽ പാഠമാക്കേണ്ടി വരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അത്തരത്തിൽ നമ്മളുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ പരാജയങ്ങളിൽ നമ്മൾ നിരാശരാകുമ്പോൾ അങ്ങനെ പരാജയത്തിൽ പതറാതെ നിന്ന എത്രയോ മനുഷ്യരെക്കുറിച്ച് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ കണ്ണു തുറന്ന് ജീവിക്കുന്നവരാണ് എങ്കിൽ നിശ്ചയമായിട്ടും അനേകം പാഠങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ട ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നത്. ആ ദർശനങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൊണ്ട് അത് പിന്നീട് പുസ്തകങ്ങളിലാക്കി പലതരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ കാഴ്ചകളും എത്തുന്നത്. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളുടെ, എല്ലാ ആത്മീയ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും, എല്ലാ നല്ല മനുഷ്യരിൽ നിന്നും നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് ഞാൻ എല്ലായ്പ്പോഴും കരുതുന്നത്. അത് നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പുതിയ മനുഷ്യരെ കാണുന്നു, അവരിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നു, അവരിൽ നിന്നൊരു പുതിയ കാര്യം പഠിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ ചെറിയ വാക്കുകളുള്ളൂ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം എൻ്റെ അമ്മയാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവ് എനിക്ക് നഷ്ടപ്പെട്ടത്. പിന്നീടുള്ള 13 വർഷക്കാലം, 16 വയസ്സ് വരെ എൻ്റെ അമ്മ എന്നോട് എത്രത്തോളം സ്നേഹത്തിൽ ഈ ജീവിതത്തിനെ കാണിച്ചു തന്നു എന്നുള്ളത് ബാക്കി വെച്ചുകൊണ്ടാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. ഞാൻ വഴിതെറ്റുമ്പോൾ വേദനിക്കുന്നത് എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയാകുമല്ലോ എന്നുള്ളൊരു വേദനയാണ് എന്നെ അത്തരം വഴിയിലൂടെ നയിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാവരോടും നന്ദി അറിയിക്കട്ടെ. ഈ സെഷൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. പ്രിയപ്പെട്ട ബെന്യാമീനും ബ്ലെസ്സിയും വിശ്വവിഖ്യാതർ, ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റിയ പ്രതിഭാധനർ, നമ്മളിൽ ഒരാളായി നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ ഹൃദയപൂർവ്വം മറുപടി പറഞ്ഞു, നമ്മോട് സംസാരിച്ചു. എല്ലാവരുടെയും നാമത്തിൽ ഈ പ്രിയപ്പെട്ട 2 പേരോടും നമുക്കുള്ള നന്ദി അറിയിക്കുന്നു.